ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് MTP1 ആണ്, ഫോർ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ പേപ്പർ. നമ്മൾ കഴിഞ്ഞ ദിവസം വി സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് RTP ഫോർ കോർപ്പറേറ്റ് ലോ, സെക്കൻഡ് ഡേ വാസ് RTP ഫോർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇപ്പോൾ MTP ഫോർ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ സീരീസ് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത്തവണ. നമുക്കൊരു MTPയും കൂടെ ഉണ്ട്, സോ വിച്ച് വിൽ ബി ഡിസ്കസിങ് ലേറ്റർ. നാളെ MTP ഫോർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. സോ അഗെയിൻ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെ നമ്മൾ MCQ ക്വസ്റ്റ്യൻ, കേസ് പി സിനാരിയോയും അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് സീരീസും നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ ബിഫോർ ഐ ജസ്റ്റ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ സീരീസ്, കഴിഞ്ഞ ദിവസം സീരീസിന് അടിയിൽ ഐ സോ എ കമൻറ്റ്, എനിക്ക് അതിനകത്ത് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ LLP എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് വെയിറ്റേജ് ഇല്ലേ? ഡെഫിനറ്റ്ലി യെസ്, LLP എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നല്ല വെയിറ്റേജ് ഉണ്ട്. പക്ഷേ കമ്പനീസ് ആക്ട് 70 മാർക്സിൽ അതായത് ടോട്ടൽ 70 മാർക്സിന് വെയിറ്റേജ് തന്നെയല്ലേ LLP വരുന്നത്. സോ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി, ഓഡിറ്റേഴ്സ്, ഡിവിഡൻഡ്, പിന്നെ അതർ ലോ. അതെല്ലാം കഴിഞ്ഞിട്ടേ LLPയുടെ വെയിറ്റേജ് വരുന്നുള്ളൂ. സോ നിങ്ങൾ കമ്പനീസ് ആക്ടിന് ബാക്കിയെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് പഠിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വന്നിട്ട് LLP നോക്കിയാൽ മതി. അത് ഫസ്റ്റ് LLPക്ക് തന്നെ 15-20 എന്ന് പറയുന്നത് 100 മാർക്കിലല്ലല്ലോ, 70 മാർക്കിലല്ലേ വരിക. സോ അപ്പോൾ അതുകൊണ്ട് വെയിറ്റേജ് ഇല്ല എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്. You can give it as a last priority and it's not a difficult area to study also. ഞാൻ കുറേ നോക്കി, but I was unable to give a reply. കുറേ നോക്കിയിട്ടും some kind of error വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ നോക്കി, ഞാൻ നോക്കി. So it was I wasn't able to give a response to it. So ഇത് കാണുന്ന ആ കുട്ടി ഇത് MTP സീരീസ് കാണുന്നുണ്ടെങ്കിൽ make sure this is what I wanted to say in the comment box. Okay? So സമയം കളയാതെ തന്നെ let us start. MCQ അല്ല, we'll be starting off with the descriptive part. First question 70 മാർക്സിൻ്റെ ആണ്. ആസ് യൂഷ്വൽ എല്ലാവർക്കും വെയിറ്റേജ് അറിയാം, 70-30, 70 മാർക്സ് ഫോർ ദ ഡിസ്ക്രിപ്റ്റീവ്. ക്വസ്റ്റ്യൻ നമ്പർ 1A. അലോക് ഇൻകോർപ്പറേറ്റഡ് എ 1% കമ്പനി. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് കമ്പനി? ഞാൻ എപ്പോഴും മറ്റേ നമ്മുടെ RTP ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞായിരുന്നു, ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണെന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തോണം. സോ അലോക് ഇൻകോർപ്പറേറ്റഡ് എ 1% കമ്പനി മേക്കിംഗ് ഹിസ് സിസ്റ്റർ അപേക്ഷ ആസ് എ നോമിനി. സോ നോമിനി ആയിട്ട് അപേക്ഷ എന്ന് പറയുന്ന സിസ്റ്ററിനെയാണ് നോമിനി ആക്കിയേക്കുന്നത്. അപേക്ഷ ഈസ് എൻ ഇന്ത്യൻ സിറ്റിസൺ. ഷീ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ മൊറാദാബാദ്. However, now Apeksha and her husband are leaving India permanently to stay with their son who is settled abroad for the last 15 years. ആളെ ഇന്ത്യ പെർമനൻ്റ്ലി അങ്ങ് ലീവ് ചെയ്യാണ്. Due to this fact, she is withdrawing her consent of nomination in the said 1% company. ഇന്ത്യ പെർമനൻ്റ്ലി ലീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ she is planning to withdraw her nomination. Taking into consideration the provisions of Companies Act 2013, advise whether Alok can appoint his minor son Shambhu as a nominee of 1% company. So nominee ആയിട്ട് മൈനർ ആയിട്ടുള്ള സണ്ണിനെ അപ്പോയിന്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് ചോദ്യം. എടാ, നമ്മൾ OPCയുടെ പ്രൊവിഷൻ പഠിക്കുന്ന സമയത്ത് റൂളാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരിക. അപ്പാർട്ട് ഫ്രം ദാറ്റ് 2 Clause 62 പ്രകാരം വാട്ട് ഇസ് 1% കമ്പനി എന്നും കൂടെ എഴുതാം. സോ നമ്മുടെ റൂൾ പ്രകാരം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, മെമ്പർ ആയിക്കോട്ടെ നോമിനി ആയിക്കോട്ടെ, അതായത് നോമിനി ഓഫ് എ 1% കമ്പനി ആയിക്കോട്ടെ, മാൻഡേറ്ററി ആയിട്ട് മേജർ ആയിരിക്കണം. മൈനർ ആയിട്ടുള്ള ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ സൺ ശംഭുവിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ശരിയാണോ? അല്ല, അത് കമ്പനി റൂൾസിനെയും സെക്ഷനെയും വയലേറ്റ് ചെയ്യുവാണ്. സോ ദാറ്റ് ഇസ് വാട്ട് you have to write as the answer. So according to rule 3 of the company incorporation rules, only a natural person other than the minor who is an Indian citizen, whether resident in India or otherwise, shall be eligible to incorporate a 1% company. Rule prakaram ഒരു natural person other than a മൈനറിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അത് റെസിഡന്റ് ആണെങ്കിലും അല്ലെങ്കിലും എലിജിബിൾ ടു ഇൻകോർപ്പറേറ്റ് 1% കമ്പനിയാണ്. മെമ്മോറാൻഡം ഓഫ് 1% കമ്പനിക്കകത്ത് നോമിനിയുടെ പേര് വളരെ ക്ലിയർ ആയിട്ട് എഴുതി വെക്കണം. അത് മൈനർ ആവാൻ പാടില്ല. അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, റെസിഡന്റ് ഓർ അതർവൈസ് ആസ് നോമിനി. അയാളുടെ പ്രയർ കൺസെന്റ്, ആരെയാണോ നോമിനിയായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അയാളുടെ പ്രയർ കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. ഹൂ ഷാൽ ഇൻ ദി ഈവന്റ് ഓഫ് ദ സബ്സ്ക്രൈബേഴ്സ് ഡെത്ത്, സബ്സ്ക്രൈബറിന്റെ ഡെത്തിന് ശേഷം അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ടു കോൺട്രാക്ട് ബിക്കം ദ മെമ്പർ ഓഫ് എ കമ്പനി. സബ്സ്ക്രൈബർ മരിച്ചു പോകുമോ, അല്ലെങ്കിൽ അയാൾ ഇൻകപ്പാസിറ്റി ആയത് ലുനാറ്റിക് ആയിപ്പോയി, അപ്പോൾ അയാൾ ഇൻസോൾവെൻ്റ് ആയിപ്പോയി, ആ കേസിൽ ഈ സബ്സ്ക്രൈബറിന് പകരം ആ OPCയുടെ മെമ്പർ ആകാൻ വേണ്ടി പോകുന്നത് ഈ പറഞ്ഞ നോമിനി ആയിരിക്കും. സോ നോമിനിയുടെ റിട്ടേൺ കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഇനി
As per the facts of the question, Apeksha is the earlier nominee. പുള്ളിക്കാരി വിഡ്രോ ചെയ്തു ബിക്കോസ് ഷീ ഈസ് ലീവിങ് ഇന്ത്യ പെർമനൻ്റ്ലി. ഇപ്പോൾ അലോക്കിന് ശംഭു എന്ന് പറയുന്ന മൈനർ സണ്ണിനെ അപ്പോയിന്റ് ചെയ്യണം. സോ മോളിൽ പറഞ്ഞ പ്രൊവിഷൻ പ്രകാരം അത് ചെയ്യാൻ പറ്റില്ല. കാരണം മൈനർ ഒഴികെ നിങ്ങൾക്ക് വേറെ ആരെ വേണമെന്നുണ്ടെങ്കിലും മെമ്പറോ അല്ലെങ്കിൽ നോമിനിയോ ആക്കാം. മൈനറിനെ ആക്കാൻ വേണ്ടി പറ്റില്ല. സോ ഇൻ ദ ലൈറ്റ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് a minor cannot be appointed as a nominee or member of one person company. Hence Alok cannot appoint his son Shambhu as a nominee to his OPC. So Shambhu എന്ന് പറയുന്ന മൈനർ സണ്ണിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. റൂൾ 3 കുറേ പ്രൊവിഷൻസ് ഉണ്ട്. എല്ലാം എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓൺലി ഇത് റെലവൻറ്റ് പ്രൊവിഷൻ. ഇവിടെ നാച്ചുറൽ പേഴ്സൺ, ഇന്ത്യൻ സിറ്റിസൺ, അതർ ദെൻ എ മൈനർ, വെദർ റെസിഡൻറ്റ് ഓർ അതർവൈസ് ക്യാൻ ബി എ മെമ്പർ ഓർ നോമിനി. ആ പറയുന്ന പ്രൊവിഷൻ മാത്രമേ ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. ആ പറയുന്ന പ്രൊവിഷൻ മാത്രം എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? എനി ഡൗട്ട്? ഇവിടെ കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടി വാട്ട് ഇസ് 1% കമ്പനി എന്നും കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ നല്ലതായിരിക്കും. 2 clause 62 എന്നിട്ട് റൂൾ 3 വരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ ആണോ? Okay. So that is also done. Going for the next question. ഇത് നമ്മുടെ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻകോർപ്പറേഷൻ. ഈ RTP MTP സീരീസ് കേൾക്കുമ്പോൾ പല ഏരിയാസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി റിവൈസ്ഡ് ആവും. സോ എൻ്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു പോവുകയാണെങ്കിൽ അത്ര ഏരിയ കഴിഞ്ഞു. കെൻ റിമെമ്പർ ദ റൂൾ ഓൾസോ. 1% കമ്പനിയെ ബേസ് ചെയ്യുന്ന പോയിന്റ്സ് എല്ലാം വരുന്നത് റൂൾ 3 ഓക്കെ. നെക്സ്റ്റ് വൺ. എടാ, ഈ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഞാൻ RTPയിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ MCQ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇന്റേണൽ ഓഡിറ്റർ ഓർക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞായിരുന്നു. ഡബിൾ ഗെയിം ഓർത്ത് വെച്ചാൽ മതി. ലിസ്റ്റഡ് കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്. അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ 25, 50, 100, 200. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 100 and 200 നോക്കിയാൽ മതി. 25 എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ്സ് ആണ്. 50 എന്ന് പറഞ്ഞാൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആണ്. 100 എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ആൻഡ് ബോറോയിങ്സ് ആണ്. 200 എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ ആണ്. ആ 100 and 200 ലിമിറ്റുകൾ മാത്രം പ്രൈവറ്റ് കമ്പനിക്ക് നോക്കിയിട്ട് അത് എക്സീഡ് ചെയ്യുവാണെങ്കിൽ ഇന്റേണൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം. ഇനി എങ്ങാനും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ വന്നാലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് RTPക്ക് അത് ഡിസ്കസ് ചെയ്തിരുന്നു. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇൻ ദ MTP സീരീസ്. നമുക്ക് നോക്കാം. ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ത് ടൈപ്പ് ഓഫ് കമ്പനിയാണ്? പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. വാസ് ഇൻകോർപ്പറേറ്റഡ് ഓൺ 30th September 2020. ഇറ്റ് ഹാസ് എ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 45 crore. ദ കമ്പനി ഹാഡ് എ ടേൺ ഓവർ ഓഫ് 250 crore. നമ്മൾ എന്തൊക്കെ മാത്രം നോക്കിയാൽ മതി ഒരു പ്രൈവറ്റ് കമ്പനിക്ക്? നമ്മൾ നോക്കേണ്ടത് 100 ഉം 200 ആണ്. 100 and 200 എന്ന് പറഞ്ഞാൽ 100 CR മുകളിലായിരിക്കണം. 100 CR ഓർ മോർ ഓർ 200 CR ഓർ മോർ. 100 CR എന്ന് പറയുന്നത് എന്തിനാണ്? ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഓർ ബോറോയിങ്സിന് വേണ്ടി വരുന്നതാണ്. 200 CR ഓർ മോർ എന്തിനു വേണ്ടി വരുന്നതാണ്? ടേൺ ഓവർ. ഇതിൽ ഏത് ലിമിറ്റ് എക്സീഡ് ചെയ്താലും ഒരു പ്രൈവറ്റ് കമ്പനി ഇന്റേണൽ ഓഡിറ്റിനെ അപ്പോയിന്റ് ചെയ്യണം. സോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ലിമിറ്റ് അവിടെ ഇറലവൻറ്റ് ആണ്. ദ അക്കൗണ്ട്സ് മാനേജർ ഓഫ് ദ കമ്പനി ഹാസ് ഇന്റിമേറ്റഡ് ടു ദ കമ്പനി ദാറ്റ് ദേ ആർ നോട്ട് റിക്വയർഡ് ടു അപ്പോയിന്റ് എ internal auditor for the financial year 24-25. So turnover 250 crore ആണ് and paid up share capital 45. paid up share capital അല്ല പ്രൈവറ്റ് കമ്പനിക്ക് നോക്കുന്നത്. ഡബിൾ ഗെയിമിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു പ്രൈവറ്റ് കമ്പനിക്ക് 100 and 200. ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ആൻഡ് ബോറോയിങ്സോ ടേൺ ഓവർ ആണ് നോക്കേണ്ടത്. ടേൺ ഓവർ 200 ഓർ മോർ വന്നു കഴിഞ്ഞാൽ ഇന്റേണൽ ഓഡിറ്റർ വേണം. ഇവിടെ എത്രയുണ്ട്? 250 crore ഉണ്ട്. അപ്പോൾ അക്കൗണ്ട്സ് മാനേജർ പറഞ്ഞത് തെറ്റല്ലേ? അക്കൗണ്ട്സ് മാനേജർ എന്താണ് പറയുന്നത്? യു നീഡ് നോട്ട് അപ്പോയിന്റ് ഇന്റേണൽ ഓഡിറ്റർ എന്നാണ് പറയുന്നത്. തെറ്റാണ്. ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി ഹാവ് അപ്രോച്ച് യു to advise them about the appointment of internal auditor as per the provisions of Companies Act 2013. As per the provisions of Companies Act 2013, for a private company 100 or 200 അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ഓഫ് ബോറോയിങ്സ് 100 crore or more, അതുപോലെ നമ്മുടെ ടേൺ ഓവർ 200 crore or more വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു അപ്പോയിന്റ് ഇന്റേണൽ ഓഡിറ്റർ. ഈ പറയുന്ന ABC പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ടേൺ ഓവറിന് ലിമിറ്റ് എക്സീഡ് ചെയ്തതുകൊണ്ട് മാൻഡേറ്ററി ആയിട്ട് അവർ ഇന്റേണൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം. നോക്കൂ. According to section 138, read with the rules of Companies Act 2013, every private company having a turnover of 200 crore or more during the preceding financial year, outstanding loans or borrowings of exceeding 100 crore or more, shall be required to appoint an internal auditor
which may be either an individual or a partnership firm or a body corporate. Individual ആകാം, ആ പറയുന്ന internal audit, auditor അല്ലെങ്കിൽ ഒരു firm ആകാം, or even a body corporate ആകാം. In the given question, കമ്പനിയുടെ paid up share capital 45 crore and turnover 250 crore ആണ്. കമ്പനിയുടെ turnover limit exceed ചെയ്യുന്നത് കൊണ്ട് തന്നെ, which is more than 200 crore. Therefore, ഈ പറയുന്ന ABC Private Limited ആരെ അപ്പോയിന്റ് ചെയ്യണം? ഇന്റേണൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം. സോ ഇന്റേണൽ ഓഡിറ്ററിന്റെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 138. സോ രണ്ട് കാര്യങ്ങൾ പഠിച്ചില്ലേ? റൂൾ 3 പഠിച്ചു, 138 പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടത് ഉപകാരമായില്ലേ? ആ MTPക്ക് മറ്റേ MCQനകത്ത് വന്നതാണ് ആ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? Now this question was from accounts of a company. ഹയസ്റ്റ് വെറ്റഡ് ചാപ്റ്ററിനകത്ത് വരുന്നതാണ് അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി. അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്, FEMA ക്വസ്റ്റൻ ആണ്. ഇതുപോലെ തന്നെ അതിനകത്തുള്ളൊരു ഏരിയ ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞായിരുന്നു. XBRL എന്ന് പറയുന്ന ഒരു റൂളുണ്ട്, അതും കൂടെ നിങ്ങൾ നോക്കിക്കോണം. XBRL യു ഹാവ് ടു ഗോ ത്രൂ. പിന്നെ ഓൾസോ ഒരു പുതിയ സെക്ഷൻ വന്നിട്ടില്ലേ, സെക്ഷൻ 129A. അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കിക്കോണം. പീരിയോഡിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതും കൂടെ നിങ്ങൾ നോക്കിക്കോണം. ഓക്കെ അല്ലേ? Can we go ahead? Yes, okay. And going for the next one, FEMA ആണ്. Again, highest weighted chapter ആണ്. കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. നമ്മൾ ക്ലാസ് ചെയ്തിട്ടുള്ള വർക്ക് ബുക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. Analyze the below mentioned situation in the light of the provisions of the FEMA Act. Mr. New has won a big lottery and wants to remit $20,000 out of his winnings to his son who is in Singapore. New എന്ന് പറയുന്ന ഒരാൾ ഒരു ലോട്ടറി വിൻ ചെയ്തു. അതിൽ നിന്ന് അയാൾക്ക് $20,000 ഔട്ട് ഓഫ് ദ വിന്നിങ്സ് അയാളുടെ സണ്ണിന് അയാൾക്ക് റെമിറ്റ് ചെയ്യണം. ആ പറയുന്ന സൺ എവിടെയാണ്? സിംഗപ്പൂരിലാണ്. അടുത്തത് മിസ്റ്റർ മനോജ് എന്ന് പറയുന്ന ഒരാൾ റിക്വയർസ് $5,000 ഫോർ റെമിറ്റൻസ് ടുവേർഡ്സ് ഹയറിംഗ് ചാർജസ് ഓഫ് ട്രാൻസ്പോണ്ടേഴ്സ്. സോ ഹയറിംഗ് ചാർജസ് ഓഫ് ട്രാൻസ്പോണ്ടേഴ്സിന് വേണ്ടിയിട്ട് അയാൾക്ക് $5,000 അയാൾക്ക് റെമിറ്റ് ചെയ്യണം. ഈ പറയുന്നത് പെർമിറ്റഡ് ട്രാൻസാക്ഷൻ ആണോ ആസ് പെർ ഫോറിൻ എക്സ്ചേഞ്ച് ആക്ട് എന്നാണ് പറയുന്നത്. രണ്ടിനകത്തും അസറ്റ് ഓൾട്ടേർഡ് ആകുന്നില്ല, അല്ലെ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. നോ ഓൾട്ടറേഷൻ ഓഫ് അസറ്റ് ഓർ ലയബിലിറ്റി ഇൻക്ലൂഡിംഗ് കണ്ടിജന്റ് ലയബിലിറ്റി. അതുകൊണ്ട് ഇതൊരു ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ അല്ല. ഇത് എന്ത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്? കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണ്. കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനെ 3 ഡിവൈഡ് ചെയ്തിട്ടില്ലേ? ഒരെണ്ണം പ്രൊഹിബിറ്റഡ് ആണ്, ഒരെണ്ണത്തിന് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ വേണം, ഒരെണ്ണത്തിന് RBIയുടെ അപ്രൂവൽ വേണം. സോ നമ്മൾ ഇത് പ്രൊഹിബിറ്റഡ് ആണോ, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ വേണ്ടതാണോ, RBI വേണ്ടതാണോ എന്ന് പല ഷെഡ്യൂൾസിൽ പറയുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് കേസ് നിങ്ങൾക്കറിയാം, ലോട്ടറി വിന്നിങ്സ് നമ്മൾ കിട്ടുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല? ഫോറിൻ എക്സ്ചേഞ്ച് ഡ്രോ ചെയ്ത് നമുക്ക് പുറത്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല. രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്ത് വേണം? അപ്രൂവൽ വേണം. സോ let us discuss that. According to section 5 of the Foreign Exchange Act, any person may sell or draw foreign exchange from an authorized person if such sale or drawal is a current account transaction. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഫോറിൻ എക്സ്ചേഞ്ച് ഡ്രോയും ചെയ്യാം, സെല്ലും ചെയ്യാം. അത് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആസ് പെർ സെക്ഷൻ 5 of the FEMA Act, provided that central government may in public interest in consultation with the RBI impose such reasonable restrictions for current account transaction. കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷന് മുകളിൽ സെൻട്രൽ ഗവൺമെന്റിന് വേണമെന്നുണ്ടെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിൽ RBI ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് റെസ്ട്രിക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ CGക്ക് വെക്കണമെങ്കിൽ വെക്കാം. അപ്പോൾ ഏതൊക്കെ ട്രാൻസാക്ഷൻ ആണ്? ആസ് പെർ ദ റൂൾസ് ഓഫ് ദ ഡ്രോവൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ച് ഡ്രോവലിന്റെ റൂൾസ് പ്രകാരം നമ്പർ 1 3 ഹെഡിങ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒന്ന് പ്രൊഹിബിറ്റഡ് ട്രാൻസാക്ഷൻ, ഒരെണ്ണം അപ്രൂവൽ ഓഫ് ദ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മൂന്നാമത്തത് RBIയുടെ അപ്രൂവൽ. സോ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. പ്രൊഹിബിറ്റഡ് ഉണ്ട്, CGയുടെ അപ്രൂവലിൻ്റെ ഉണ്ട്, കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനകത്ത് RBIൻ്റെ അപ്രൂവലിൻ്റെ ഉണ്ട്. സോ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ, ന്യൂ എന്ന് പറയുന്ന ഒരാൾക്ക് ലോട്ടറി വിന്നിങ്സ് വന്നു, അത് അയാളുടെ സണ്ണിന് അയാൾക്ക് റെമിറ്റ് ചെയ്യണം $20,000. അത് പോസിബിൾ ആണോ? ലോട്ടറി വിന്നിങ്സിൻ്റെ റെമിറ്റൻസ് പോസിബിൾ അല്ല, അത് പ്രൊഹിബിറ്റഡ് ട്രാൻസാക്ഷൻ ആണ്.
അത് കഥ മൊത്തം പറയുന്നു. സച്ച് റെമിറ്റൻസ് ഇസ് പ്രൊഹിബിറ്റഡ് ആസ് എ സെയിം ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫെമ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ റൂൾസ്. അതുകൊണ്ട് ന്യൂ എന്ന് പറയുന്ന ഒരാൾക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ആ പറയുന്ന പേർപ്പസിന് വേണ്ടി ലോട്ടറി വിന്നിങ്സിന് വേണ്ടിയിട്ട് ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. രണ്ടാമത്തെ കേസിൽ അയാൾക്ക് പൈസ കൊടുക്കണം ഫോർ ട്രാൻസ്പോണ്ടേഴ്സ്. അപ്പോൾ അത് പറ്റും, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു 3 ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിനകത്ത് രണ്ടാമത്തെ അപ്രൂവൽ എടുക്കണേ, CG അപ്രൂവൽ. ഏതൊക്കെ ട്രാൻസാക്ഷൻസ് പ്രൊഹിബിറ്റഡ് 1 2 3 4 എന്ന് പറഞ്ഞ കുറേ ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സിമിലർലി CGയുടെ അപ്രൂവൽ വേണ്ടത് അവരൊരു ഷെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്, RBIയുടെ അപ്രൂവൽ വേണ്ടത് അവർ ഷെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. സോ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് റെമിറ്റൻസ് ഓഫ് ഹയർ ചാർജസ് ഓഫ് ദ ട്രാൻസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. ആസ് എൻ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവലാണ് മേടിക്കേണ്ടത്. So first one is a prohibited transaction, second one with the prior approval of the central government. Okay, can we go ahead? Clear? That was also a clear FEMA question. At a current account matram കാണുന്നോണ്ട് current account matram വരുമെന്ന് വിചാരിക്കരുത്. Please go through capital account transaction also. Capital account transaction as well as residential status. രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സിദ്ധാർത്ഥ is telling it's all easy. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് തരുമായിരുന്നുവെങ്കിൽ ചെയ്യാമായിരുന്നു അല്ലേ സിദ്ധാർത്ഥേ? Okay, so that's done. Going for the next question. Question number 2A. That is from a management administration chapter. Management and administration chapter. It's a very easy question again. കോറത്തിന് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ABC Limited is a public company having its registered office in Mumbai. It has 3,680 members. ഇതൊരു പബ്ലിക് കമ്പനിയാണ്. The company sent a notice to all the members for annual general meeting to be held on 2nd September 2024. എല്ലാവർക്കും നോട്ടീസ് അയക്കുന്നു 2nd September 2024 കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന മീറ്റിങ്ങിന് at 11 AM at its registered office. On the day of the meeting, there were only 12 members personally present up to 11:30 AM. ആ മീറ്റിംഗ് ഡേറ്റ് അന്ന് 12 മെമ്പേഴ്സ് മാത്രമേ പേഴ്സണലി പ്രസന്റ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 11:30 AM വരെ. ദ ചെയർമാൻ അഡ്ജോൺ ദ മീറ്റിംഗ് ടു ദ സെയിം ഡേ ഇൻ ദ നെക്സ്റ്റ് വീക്ക് അറ്റ് ദ സെയിം ടൈം ആൻഡ് പ്ലേസ്. അടുത്ത ആഴ്ചത്തേക്ക് ഇതേ സമയം ആൻഡ് പ്ലേസിലേക്ക് അവർ അഡ്ജോൺ ചെയ്തു, മാറ്റിവെച്ചു. ഓൺ ദ ഡേ ഓഫ് ദ അഡ്ജോൺഡ് മീറ്റിംഗ് only 10 members were personally present. The chairman initiated the meeting after 11:30 AM and passed in the resolution after discussion as per the agenda of the meeting given in the notice. അപ്പോൾ adjourned meetingൽ ആകെ വന്നത് എത്ര പേരാണ്? 10 മെമ്പേഴ്സ് മാത്രമാണ്. ആഫ്റ്റർ 11:30 AM എല്ലാ റെസൊല്യൂഷൻസും പ്രോപ്പറായിട്ട് ചെയർമാൻ ഡിസ്കസ് ചെയ്യുന്നു. അഡ്വൈസ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013. ഒറിജിനൽ മീറ്റിംഗ് വാലിഡ്ലി ആണോ അഡ്ജോൺ ചെയ്തത്? അഡ്ജോൺഡ് ഏജും വാലിഡ് ആയിട്ടാണോ കണ്ടക്ട് ചെയ്തേക്കുന്നത്? സെക്ഷൻ 103 കോറം പ്രകാരം നിങ്ങൾ ആദ്യം ആലോചിച്ചോണം. പ്രൊവിഷനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആർട്ടിക്കിൾസിന് വേണമെന്നുണ്ടെങ്കിൽ ഹയർ നമ്പർ പ്രിസ്ക്രൈബ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് മെമ്പേഴ്സിന് അടിസ്ഥാനത്തിലാണ് വരിക. അതായത് അപ് ടു 1000 ആണെന്നുണ്ടെങ്കിൽ ഇത്ര, 1000 to 5000 ആണെങ്കിൽ ഇത്ര, മോർ ദൻ 5000 ആണെങ്കിൽ ഇത്ര, 5, 15 and 30. സോ അപ് ടു 1000, 1000, 1 to up to 1000 വരെ ആൻഡ് മോർ ദൻ 1000 അപ് ടു 5000, ദെൻ മോർ ദൻ 5000 ആണ്. 5, 15, 30 അങ്ങനെയാണ് വരിക. AOAക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹയർ നമ്പർ പ്രിസ്ക്രൈബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹയർ നമ്പർ പ്രിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ 5, 15, 30 ആയിരിക്കില്ല ആപ്ലിക്കബിൾ ആവുന്നത്. AOA ഹയർ നമ്പർ പറയുവാണെങ്കിൽ ആ ഹയർ നമ്പർ പ്രസന്റ് ആയിരിക്കണം. കോറം ത്രൂ ഔട്ട് ദ മീറ്റിംഗ് ഉണ്ടായിരിക്കണം. കോറം പ്രസന്റ് അല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ 3680 എന്ന് പറയുന്ന സമയത്ത് 15 എന്ന് പറയുന്ന 50 ടോട്ടൽ 15 നമ്പർ ഓഫ് മെമ്പേഴ്സാണ് വരേണ്ടത്. ആകെ വന്നിരിക്കുന്നത് 12 മെമ്പേഴ്സ് ആണ്. സോ നമ്മളോട് ചോദിക്കുവാണ് വാലിഡ്ലി ആണോ അഡ്ജോൺ ചെയ്തേക്കുന്നത്? ശരിയാണ്, കോറം പ്രസന്റ് അല്ലാത്തത് കൊണ്ട് മീറ്റിംഗ് നെക്സ്റ്റ് വീക്ക് സെയിം ടൈം ആൻഡ് പ്ലേസിലേക്ക് മാറ്റിവെച്ചത് വാലിഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ തന്നെയാണ്. ഇനി മാറ്റിവെച്ച മീറ്റിംഗിലും കോറം പ്രസന്റ് അല്ല, 10 പേരെ വന്നിട്ടുള്ളൂ. ടെക്നിക്കലി 15 പേരാണ് വരേണ്ടത്. ബിക്കോസ് ദർ ആർ 3680 മെമ്പേഴ്സ്. AOA ഹയർ നമ്പർ ഒന്നും പറയുന്നില്ല, സോ 15. അപ്പോൾ ആ അഡ്ജോൺ ചെയ്ത മീറ്റിംഗിലും കോറം വന്നിട്ടില്ലല്ലോ. അപ്പോൾ ആ മറ്റേ വാലിഡ്ലി ആണോ റെസൊല്യൂഷൻ പാസ്സായത്? യെസ്. അഡ്ജോൺഡ് മീറ്റിംഗിൽ കോറം പ്രസന്റ് അല്ലെങ്കിൽ ആരൊക്കെയാണോ പ്രസന്റ് ദേ ഷാൽ ബി ഡീം ടു ബി ദ കോറം. മിനിമം 2 പേര് വന്നേച്ചാൽ മാത്രം മതി. ആരൊക്കെ വന്നിട്ടുണ്ടോ അതിന് ഡീം ടു ബി കോറം ആയിട്ടാണ് ലോ കാണുന്നത്. സോ 2 കേസിൽ ഫസ്റ്റ് വണ്ണും ഒറിജിനൽ മീറ്റിംഗ് വാലിഡ്ലി അഡ്ജോൺഡ് ആണ്. രണ്ടാമത്തെ കേസിൽ അഡ്ജോൺഡ് ഏജിയം എന്ന് പറയുന്നത് വാലിഡ്ലി കണ്ടക്റ്റഡുമാണ്. എളുപ്പമല്ലേ?
according to section 103, unless the articles of the company provide for a larger number. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുക, ഇത് സില്ലി ക്വസ്റ്റൻ അല്ലേ, പക്ഷേ മെയിൻ എക്സാമിന് വരാൻ വേണ്ടി പോകുന്നത് AOA ഒരു ഹയർ നമ്പർ പ്രിസ്ക്രൈബ് ചെയ്തതുപോലെ പറയും. നമ്മുടെ മനസ്സിൽ 5, 15, 30 എന്നുള്ളൊരു ഫിഗർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ കമ്പനി. പക്ഷേ AOA ഒരു ഹയർ നമ്പർ ആണ് പറഞ്ഞേക്കുന്നത്. 5ന്റെ സ്ഥാനത്ത് അവർ പറഞ്ഞിരിക്കുന്നത് 8, 15ന്റെ സ്ഥാനത്ത് ഒരു 20, 30യുടെ സ്ഥാനത്ത് ഒരു 35. സോ AOA ഹയർ നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ നമ്പറേ വാലിഡ് ആവുള്ളൂ. ഇതായിരിക്കും ചിലപ്പോൾ നമ്മുടെ മെയിൻ എക്സാമിന് വരാൻ പോകുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് അത് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ആ പ്രൊവിഷൻ. AOA ഹയർ നമ്പർ പ്രിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഹയർ നമ്പർ ആയിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ കാണേണ്ടത്. In case of a public company, 15 members personally present may fulfill the requirement of quorum if the number of members as on the date of meeting is more than 1,000 but up to 5,000. More than 1,000 ആണ്, up to 5,000 ആണെങ്കിൽ 15 പേര് പ്രസന്റ് ആയിരിക്കണം. If the specified quorum present അല്ല within half an hour, meeting adjourned ആകും next week same time and place or to such other date as the board may decide. വേറൊരു സ്ഥലത്തോട് വേറൊരു പ്ലേസ് ആൻഡ് ഡേറ്റിലോട്ട് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, ബോർഡ് ഡിസൈഡ് ചെയ്യുന്നത് പോലെ. If at the adjourned meeting also quorum present അല്ല within half an hour എങ്കിൽ the members present shall be deemed to be the quorum. മിനിമം 2 പേരുണ്ടായിരിക്കണം. ഗിവൺ കേസിൽ ആദ്യത്തെ സിറ്റുവേഷനിൽ 12 മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ 11:30 AM ആയപ്പോഴും. അപ്പോൾ quorum ഇല്ലാത്തത് കൊണ്ട് അവർ മീറ്റിംഗ് അഡ്ജോൺ ചെയ്തു. ആ പറയുന്നത് ശരിയാണ്. The original meeting was validly adjourned as the required quorum was not present. രണ്ടാമത്തെ കേസിലും 10 പേരെ വന്നിട്ടുള്ളൂ. ഇതും വാലിഡ് ആണ് ബിക്കോസ് അവിടെ വന്നേക്കുന്ന 10 members shall be deemed to be the quorum. The adjourned AGM was duly validly conducted as members present shall be considered as a quorum. ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെ quorum-ആയിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എളുപ്പമുള്ള ക്വസ്റ്റൻ അല്ലേ? ഇതിനകത്ത് ഇത് മാത്രം നിങ്ങൾ ഓർത്തോണം. AOA ഹയർ നമ്പർ പറയുവാണെങ്കിൽ ഹയർ നമ്പർ എടുക്കുക. 5, 15, 30 നോക്കണ്ട. കാരണം ആക്ടിൽ തന്നെ പറയുന്നുണ്ട് AOA ഹയർ നമ്പർ പറയുവാണെങ്കിൽ ഹയർ നമ്പർ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ക്ലിയർ? 103 റിവൈസ്ഡ് ആയോ? ഓക്കെ, ദാറ്റ് വാസ് അഗൈൻ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനും ഭയങ്കര എളുപ്പമാണ്. സെക്ഷൻ 8 കമ്പനീനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. One of the matters contained in the articles of PQR Foundation Incorporated as a limited company under Section 8 of the Companies Act 2013 was altered by passing a SR. എടാ സെക്ഷൻ 8 കമ്പനീൻ്റെ ഒരു ഓൾട്ടറേഷൻ നടത്തണമായിരുന്നു. അവർ ഓൾട്ടറേഷൻ നടത്തിയത് SR പാസ്സാക്കിയിട്ടാണ്. ഇൻ എ ജനറൽ മീറ്റിംഗ് ആൻഡ് ഇൻറ്റിമേഷൻ ഓഫ് ദ സെയിം വാസ് ഗിവൺ ടു ദ ROC. സോ സെക്ഷൻ 8 കമ്പനിയുടെ ഓൾട്ടറേഷൻ നടത്തി, SR വെച്ച് പാസ്സാക്കി, എന്നിട്ട് അവർ ROCനെ അറിയിക്കുന്നു. അപ്പോൾ however such alteration in the articles on the grounds that it was not valid was opposed by ABC and Company, a partnership firm which is its member. So alteration the articles നടത്തി, അത് ABC എന്ന് പറഞ്ഞ അതിൻ്റെ പാർട്ട്ണർഷിപ്പ് ഫേം ഒപ്പോസ് ചെയ്തു. നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നു. അഡ്വൈസ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013 വെദർ ദ കണ്ടൻഷൻ ഓഫ് ABC ആൻഡ് കമ്പനി വാസ് വാലിഡ് ആൻഡ് വെദർ ഇറ്റ് ക്യാൻ ബി എ മെമ്പർ ഇൻ സച്ച് കമ്പനി. ABC കമ്പനി പറയുന്നു നിങ്ങൾ അങ്ങനെ ചെയ്ത ഓൾട്ടറേഷൻ തെറ്റാണ്. ഈ പറയുന്ന ABC കമ്പനി ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് സെക്ഷൻ 8 കമ്പനിയിൽ പാർട്ട്ണർ ആകാൻ പറ്റുമോ? സോ സെക്ഷൻ 8 കമ്പനി ഒരു ഓൾട്ടറേഷൻ നടത്തുന്നു. SR പാസ്സാക്കിയിട്ടാണ് ഓൾട്ടറേഷൻ നടത്തുന്നത്. എന്നിട്ട് അവർ പറയുകയാണ് ഈ പറയുന്ന ഓൾട്ടറേഷൻ വേറെ അതിനകത്തെ ഒരു മെമ്പർ ഒരു ഫേമാണ് മെമ്പർ. ആ മെമ്പർ പറയുകയാണ് നിങ്ങൾ ചെയ്ത് തെറ്റാണ്, അങ്ങനെ SR പാസ്സാക്കി ഓൾട്ടറേഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, ആ പറയുന്ന മെമ്പർ ആയിട്ടുള്ള ഫേം പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞ കണ്ടൻഷൻ ശരിയാണോ? ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് ആ പാർട്ട്ണർഷിപ്പ് ഫേമിന് മെമ്പർ ആവാൻ പറ്റുമോ? സോ രണ്ട് ക്വസ്റ്റ്യന് നമ്മൾ ഉത്തരം കൊടുക്കണം. സെക്ഷൻ കമ്പനിയെ ബേസ് ചെയ്ത് വേറൊരു ക്വസ്റ്റ്യനോട് അവർക്ക് ചോദിക്കാം. അതായത് നമ്മുടെ ഇതില്ലേ ബാക്കി വരുന്ന പ്രൊസീഡ്സ് എങ്ങോട്ടാണ് മാറ്റുന്നത്? ഇൻസോൾവൻസി ബാങ്ക്രപ്സി ഫണ്ടിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ സെയിൽ പ്രൊസീഡ്സ് വിട്ടിട്ട് മറ്റേ ഇൻസോൾവൻസി ബാങ്ക്രപ്സി ഫണ്ടിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ വേറൊരു സെക്ഷൻ കമ്പനിയിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ അമാൽഗമേറ്റ് ചെയ്യുകയാണെങ്കിൽ സിമിലർ സെക്ഷൻ കമ്പനി. സോ അതും കൂടെ നോക്കിക്കോണം. അതായത് എന്താണ് അവർക്ക് ആ പ്രൊസീഡ്സും കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അതായത് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് എന്താണ് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അതും ഈ സെക്ഷൻ 8 കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ജസ്റ്റ് എ മിനിറ്റ്. ഫൗണ്ടേഷൻ്റെ ക്ലാസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. RTP MTP സീരീസ് ലോയുടെ
21 കഴിഞ്ഞതിന് ശേഷമായിരിക്കും. നിങ്ങൾക്ക് മെയ് 13 ആ റേഞ്ചിലല്ലേ എക്സാം വരുന്നത്. സോ ഏകദേശം April 21 ആ ഒരു ടൈമിലേക്കായിരിക്കും CA ഫൗണ്ടേഷൻ്റെ RTP ആൻഡ് MTP നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ല ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓൾറെഡി IIIയുടെ മലയാളം യൂട്യൂബ് ചാനലിൽ നമുക്ക് CA ഫൗണ്ടേഷൻ്റെ റിവിഷൻ സീരീസ് പറഞ്ഞ കിടപ്പുണ്ട്. അമെൻമെൻറ്റ്സ് അങ്ങനെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല ഫൗണ്ടേഷൻ്റെ. സോ യു ക്യാൻ ജസ്റ്റ് ഫോളോ ദാറ്റ് സീരീസ് ഇറ്റ് സെൽഫ്. പിന്നെ അതതായ റെലവൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ കുറച്ച് അമെൻമെൻറ്റ്സ് ആയിരിക്കും. അത് നിങ്ങൾക്ക് എവിടെ നോക്കാം, RTP നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ബാക്കി എല്ലാ മെയിൻ ടോപ്പിക് റിമെയിൻസ് സെയിം. നിങ്ങൾക്ക് അത് ചാപ്റ്റർ വൈസ് ആയിട്ട് കിടപ്പുണ്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റും സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റും എടുത്തേക്കുന്നത് മുസമിൽ സാറാണ്. സാറിൻ്റെ അവൈലബിൾ ആയിട്ട് കിടപ്പുണ്ട്. അതുപോലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ ഞാൻ എടുത്തിട്ടുണ്ട്, അതും അവിടെ അവൈലബിൾ ആണ്. പാർട്ട്ണർഷിപ്പ് ആക്ട്, കമ്പനീസ് ആക്ട് ഒക്കെ ഞാൻ എടുത്തത് അവിടെ ഉണ്ട്. യു ക്യാൻ ആക്ച്വലി വാച്ച് ദാറ്റ്. ജസ്റ്റ് ബിക്കോസ് ഐ സോ എ മെസ്സേജ് ഇൻ ബിറ്റ്വീൻ ഓഫ് ദിസ് സെഷൻ ഐ എക്സ്പ്ലെയിൻഡ് ഇറ്റ്. ലെറ്റ് us come back. സോ സെക്ഷൻ 8 കമ്പനിയുടെ ഫസ്റ്റ് തിങ് ഓർത്തോണം, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് സെക്ഷൻ 8 കമ്പനിയിൽ മെമ്പർ ആകാം. എ ഫേം ക്യാൻ ബി എ മെമ്പർ ഓഫ് എ സെക്ഷൻ 8 കമ്പനി. ഫേമിന് മെമ്പർ ആവാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ മെമ്പർ പറയുന്ന കണ്ടൻഷൻ ശരിയാണോ? ശരിയാണ്. കാരണം മെമ്മോറാൻഡം ആയിക്കോട്ടെ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് സെക്ഷൻ 8 കമ്പനി ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ എടുക്കാതെ ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. സാധാരണ കമ്പനിയുടെ ആണെങ്കിൽ SR പാസ്സാക്കിയാൽ മതി. പക്ഷേ ഇതൊരു സെക്ഷൻ 8 കമ്പനിയാണ്, അവർക്ക് ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. സോ ഓൾട്ടറേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ആരുടെ പെർമിഷൻ തന്നെ എടുക്കണം? സെൻട്രൽ ഗവൺമെൻറ് പെർമിഷൻ തന്നെ എടുക്കണം. According to Section 8 of Companies Act 2013, a company registered under the Section 8 shall not alter the provisions of memorandum or articles except with the prior approval of the ROC. ROC എന്നല്ല CG ആട്ടോ. It is CG. Central government. Delegated to this. So CG എന്ന് എഴുതിക്കോണം. നമ്മുടെ മെറ്റീരിയൽ അത് ക്ലിയർ ആയിട്ടുണ്ട്. A firm may be a member of the company. Hence, one of the matters of articles was altered by passing a SR in the general meeting and thereafter intimation was given to the ROC as per the provision. It is necessary to take the prior approval of ROC for the same which was not done in the present case. അവിടെ CGയുടെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യണം. എന്നിട്ട് ROCനെ അറിയിക്കണം ഡെഫിനറ്റ്ലി. ബട്ട് എന്ത് കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിലും പ്രയർ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. കാരണം ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുന്നത് ആരാണ്? CG ആണ്. എന്നിട്ട് യു ഹാവ് ടു ഇൻറ്റിമേറ്റ്. ഇവരെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ROC ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നല്ല പറയേണ്ടത്. ചെയ്യുന്നതിന് മുന്നേ അപ്രൂവൽ എടുക്കുക, എന്നിട്ട് ഓൾട്ടറേഷൻ നടത്തുക. ബാക്കി കമ്പനീസിനെ പോലെ ജസ്റ്റ് SR പാസ്സാക്കിയിട്ട് നടക്കൂല. ഓക്കെ ആണോ? ഫേമിന് മെമ്പർ ആവാം. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ഫേമിന് മെമ്പർ ആകാം, ഒരു കുഴപ്പമില്ല. ക്ലിയർ? Okay, so going for the next one again. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞ ഓർമ്മയുണ്ടോ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യനകത്ത് ജനറൽ ക്ലോസ് ആക്ടിനകത്ത് ഞാൻ പറഞ്ഞു RTPക്കകത്ത് മാത്രം ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ കണ്ടു. പൊതുവെ ഇതൊക്കെ തന്നെയാണ് ചോദിക്കാറ്. എഫിഡവിറ്റും ഗുഡ് ഫെയ്ത്തും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എഫിഡവിറ്റ് എന്താണ്? ഗുഡ് ഫെയ്ത്ത് എന്താണ്? ഇതിനെ ബേസ് ചെയ്ത് കേസ് ബേസ് ക്വസ്റ്റ്യൻ അവർക്ക് ചോദിക്കാം, ഗുഡ് ഫെയ്ത്തിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ എഫിഡവിറ്റ് സെക്ഷൻ 3 ക്ലോസ് 3 ഓഫ് ദ ജനറൽ ക്ലോസ് ആക്ട് ആണ്. എഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ ഷാൽ ഇൻക്ലൂഡ് affirmation ഉണ്ട്, ഡിക്ലറേഷൻ ഉണ്ട്. ഇൻ കേസ് ഓഫ് പേഴ്സൺസ് ബൈ ദ ലോ അലൗഡ് ടു എഫേം, ആർക്കൊക്കെ എഫേം ചെയ്യാനായിട്ട് ലോ അധികാരം കൊടുത്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്യാനായിട്ട് അധികാരം കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഡ് ഓഫ് സ്വെയറിംഗ്, അവർക്കെല്ലാം എഫിഡവിറ്റ് ഉണ്ടാക്കാം. സോ എഫിഡവിറ്റ് ഷാൽ ഇൻക്ലൂഡ് affirmation and declaration in case of persons of law allowed to affirm or declare instead of swearing. The above definition inclusive in nature ആണ്. Affidavit shall include affirmation and declaration എന്നാ പറയുന്നത്. അപ്പോൾ the definition does not define affidavit. However, we can understand this term in general parlance. Affidavit is a written statement confirmed by oath or affirmation for use as a evidence at the court. ഒരു എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് affidavit. അതൊരു written statement ആണ്. ഇത് മാത്രം എഴുതിയാലും മതി, നോ പ്രോബ്ലം. ഈവൻ ഇഫ് യു ജസ്റ്റ് റൈറ്റ് ദ ഡെഫിനിറ്റ് എഫിഡവിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൂ, അത് മാത്രം എഴുതിയാൽ മതി. ഒരു സെൻറ്റൻസ് ഒന്ന് പരിഷ്കരിക്കണമെങ്കിൽ മാത്രം എഴുതാം. എഫിഡവിറ്റ് റിട്ടൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് കോർട്ടിൽ നമുക്ക് എവിഡൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എവിഡൻസ് അല്ല, എഫർമേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ സ്ലിപ്പ് ഓഫ് ടങ്. എവിഡൻസ് ഇൻ ദ കോർട്ട് മീൻസ് ഗിവിംഗ് ആൻ എഫർമേഷൻ. ഞാൻ പറഞ്ഞ എല്ലാം സത്യമാണ്, അതിനൊരു എവിഡൻസ്.
ഓക്കെ, അടുത്ത ഗുഡ് ഫെയ്ത്ത് എന്താണെന്നാണ്. ഗുഡ് ഫെയ്ത്ത് സ്റ്റുഡൻസിന് എപ്പോഴും ഡൗട്ടാ. അതതായ ആക്ട് ഗുഡ് ഫെയ്ത്തിന് എന്തെങ്കിലും ഒരു മീനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതേ മീനിങ് എടുക്കുക, അതതായ ആക്ടിനനുസരിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഗുഡ് ഫെയ്ത്ത് 3 clause 22 ആണ്. സോ എ തിങ് ഷാൽ ബി ഡീം ടു ബി ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. ഒരു കാര്യം ഗുഡ് ഫെയ്ത്തിൽ കണ്ടതുപോലെ തന്നെ കാണും. വേർ ഇറ്റ് ഇസ് ഇൻ ഫാക്ട് ഡൺ ഓണസ്റ്റ്ലി, വെദർ ഇറ്റ് ഇസ് ഡൺ നെഗ്ലിജൻ്റ്ലി ഓർ നോട്ട്. നമ്മുടെ ഇന്റൻഷൻ ഓണസ്റ്റി ആണോ അല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത് നെഗ്ലിജന്റ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് ഇറെലവെന്റ് ആണ് as per the General Clause Act. അപ്പോൾ question of good faith under the General Clause Act is of one of the fact. It is to be determined whether reference to the circumstances of each case. ഓരോ കേസിനനുസരിച്ചിട്ട് ഗുഡ് ഫെയ്ത്തിന്റെ മീനിങ് മാറിക്കൊണ്ടിരിക്കും. This anything done with due care and attention which is not malified, whether is done negligently or not, is presumed to have been done in good faith. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഡ്യൂ കെയർ എടുത്തിട്ടാണ് ചെയ്യുന്നത്, മാലിഫൈഡ് ഇന്റൻഷൻസ് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ അവിടെ നെഗ്ലിജൻസ് ഉണ്ടെങ്കിലും നെഗ്ലിജൻസ് ഇല്ലെങ്കിലും ഗുഡ് ഫെയ്ത്തിലായിട്ട് ചെയ്തതായിട്ടേ കാണത്തുള്ളൂ. പക്ഷെ അവിടെ എടുത്തു പറയുന്നുണ്ട് സർക്കംസ്റ്റാൻസ് ഓഫ് ദ കേസ് അനുസരിച്ചിട്ട് മാറും. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നെഗ്ലിജൻസ് കാണിച്ചാൽ നമ്മൾ എടുക്കാൻ പാടില്ല. സോ എന്താണോ സർക്കംസ്റ്റാൻസ് അതിനനുസരിച്ച് ഗുഡ് ഫെയ്ത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ മാറ്റം വേണം. ഒന്ന് ക്വിക്കായിട്ട് ഈ രണ്ടെണ്ണം ഒന്ന് റിവൈസ് ചെയ്യാമോ? ജനറൽ ക്ലോസ് ആക്ട് ആണ് മെജോറിറ്റി സ്റ്റുഡൻസ് പഠിക്കാറില്ല, എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോക്കോട്ടെ എന്ന്. ലൈക്ക് ഈവൻ ഇഫ് യു ഫോർഗോട്ടൻ ദാറ്റ്, ക്വിക്ലി ക്യാൻ യു ജസ്റ്റ് ഗോ ത്രൂ എഫിഡവിറ്റ് ആൻഡ് ഗുഡ് ഫെയ്ത്ത്? ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? ഓക്കെ അല്ലേ? ഒരു ക്വിക്ക് റിവിഷൻ ആയോ? ക്ലിയർ? സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊന്നും വിട്ടുപോകരുത് കേട്ടോ. അടുത്തത് അഗെയിൻ പ്രൈവറ്റ് പ്ലേസ്മെന്റ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. പ്രൈവറ്റ് പ്ലേസ്മെന്റ് അല്ലാതെ നമുക്ക് ഈ തവണ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് അവർക്ക് ചോദിക്കാം. ദിസ് ഇസ് ബേസിക്കലി പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുന്നതിന്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോവാണേ. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഈ തവണ നല്ല ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പാർട്ട് ഫ്രം പ്രൈവറ്റ് പ്ലേസ്മെന്റ്, ഇഫ് യു ആസ്ക് മീ, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നമ്മുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ബേസിക്കലി ക്രിമിനൽ ലൈബിലിറ്റി, സിവിൽ ലൈബിലിറ്റി, അതിലേതെങ്കിലും ഒരെണ്ണം. പിന്നെ ഇനീഷ്യൽ പാർട്ടിന്ന് ഷെൽഫ് പ്രോസ്പെക്ടസ് ഓർ റെഡ് ഹിയറിംഗ്, ഇതിലേതെങ്കിലും ഒരെണ്ണം ഐഡന്റിഫൈ ചെയ്യാം. അപ്പം ഐ എം ജസ്റ്റ് ടെലിംഗ് യു റാൻഡം ആയിട്ട്. ഇതൊക്കെ ഡീമെറ്റലൈസ് ഫോമിൻ്റെ ഓൾറെഡി നമ്മൾ RTPയിൽ സോൾവ് ചെയ്തല്ലോ. ഡീമെറ്റലൈസ് ഫോമിൽ 29ന്റെ ക്വസ്റ്റൻ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തു. Yeah, which I completely forgot. This one, offer for sale of security, that is very important. So ഇത് കഴിഞ്ഞ തവണ അത്ര കാര്യമായിട്ട് ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞത്. ഓഫർ ഫോർ സെയിൽ ഓഫ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഷെൽഫ് പ്രോസ്പെക്ടസ് ഓർ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസിൽ ഏത് പറയണം? പ്രോസ്പെക്ടസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വരും, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കേസ് ബേസ് സിനാരിയോ. അപ്പോൾ ഷെൽഫ് ഓർ നമ്മുടെ ഇത് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ്, പിന്നെ ഓഫർ ഫോർ സെയിൽ ഓഫ് സെക്യൂരിറ്റി, പിന്നെ ഞാൻ പറഞ്ഞ മിനിമം സബ്സ്ക്രിപ്ഷൻ, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത സംഭവം, ഈ ഒരേ സെക്ഷനാണ്, സെക്ഷൻ 40 തന്നെ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ലാസ്റ്റ് GDR നോക്കിയോ, ഇതാണ് കുറേ നാളുകളായിട്ട് ചോദിക്കാൻ. ക്രിമിനൽ ലൈബിലിറ്റി, സിവിൽ ലൈബിലിറ്റിക്ക് ജസ്റ്റ് ലാസ്റ്റ് മിനിറ്റിങ്ങിന് ജസ്റ്റ് വായിച്ചു വിടാൻ പറ്റുന്ന ടൈപ്പ് ടോപ്പിക്കാണ്. പ്രോസ്പെക്ടസിന് കുറച്ച് പ്രയോറിറ്റി കൊടുത്തു, കഴിഞ്ഞ പ്രാവശ്യം അത്രയും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല.
Examine that following offers of ABC Limited are in compliance with the provisions of Companies Act 2013 related to private placement, or should these offer be treated as public offer? താഴെ പറയുന്നത് private placement ആണോ അതോ അതിനെ public offer ആയിട്ട് കാണണോ? Number 1, ABC Limited wants to raise the funds for its upcoming project. It has issued private placement offer letters to 55 persons in their individual name to issue its equity shares. So ABC Limited fund raise ചെയ്യണം upcoming projectന് വേണ്ടിയിട്ട് private placement offer letter എന്ന് പറഞ്ഞുകൊണ്ട് 55 ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഇൻഡിവിജ്വൽ നെയിമിന് വേണ്ടിയിട്ട് ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഔട്ട് ഓഫ് ദീസ് 4 ആർ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്. 55-ൽ 4 പേര് QIB ആണ്, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആണ്. Second part, if in case 1, before allotment under this offer letter, company issued another private placement offer letter to another 155 person in their individual name for issue of its debentures. So, ആദ്യം ഇഷ്യൂ ചെയ്തത് ഇക്വിറ്റി ഷെയർസ് ആണ്, രണ്ടാമത് ഇഷ്യൂ ചെയ്തത് ഡിബെഞ്ചേഴ്സ് ആണ്. 155 ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ബീങ് എ പബ്ലിക് കമ്പനി, ക്യാൻ ഇറ്റ് ഇഷ്യൂ ഷെയർ സെക്യൂരിറ്റീസ് ഇൻ എ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫർ? ഒരു പബ്ലിക് കമ്പനി ആയതുകൊണ്ട് തന്നെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഓഫേഴ്സ് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? എടാ, നമ്മുടെ സെക്ഷൻ 23-കകത്ത് പറയുന്നുണ്ട് എങ്ങനെയൊക്കെ ഒരു പ്രൈവറ്റ് കമ്പനിക്കും പബ്ലിക് കമ്പനിക്കും ഓഫർ ചെയ്യാൻ വേണ്ടി പറ്റും, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പബ്ലിക് കമ്പനിക്ക് എങ്ങനെയൊക്കെ റേസ് ചെയ്യാൻ വേണ്ടി പറ്റും? പബ്ലിക് ഓഫർ നടത്താൻ പറ്റും, റൈറ്റ് ഇഷ്യൂ നടത്താൻ വേണ്ടി പറ്റും, അതുപോലെ നമ്മുടെ പ്രൈവറ്റ് പ്ലേസ്മെന്റും നടത്താൻ പറ്റും. സോ ഒരു ദാറ്റ് ഇസ് പോസിബിൾ ഫോർ പ്രൈവറ്റ് കമ്പനി ആസ് വെൽ ആസ് പബ്ലിക് കമ്പനി. ഇപ്പം നമ്മൾ പബ്ലിക് കമ്പനി ബേസ് ചെയ്ത് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. മറ്റേ റെഗുലേറ്റിംഗ് സെക്ഷൻ ഏതാണ്? സെക്ഷൻ 42 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ആണ്. അവരെന്താ പറയുന്നത്? പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഓഫർ നടത്താൻ നേരത്ത് ഒരു അഡ്വർടൈസ്മെന്റ് നടത്താൻ പാടില്ല, ഒരു പബ്ലിക് ഓഫർ നടത്താൻ പാടില്ല. ഈ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മറ്റേ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യലല്ല, നമുക്ക് വേണ്ട സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് നമ്മൾ പൈസ ചോദിക്കുവാണ്. ആ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് 200-ൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. അതായത് റൂൾസിനകത്ത് എടുത്ത് പറയുന്നുണ്ടല്ലോ, സോ 200-ൽ എക്സീഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. സോ ഇവരിവിടെ ആ 200-നകത്ത്, അതായത് ഈ 200-നകത്ത് QIBനെ നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ അവർ പറയുന്ന വേറൊരു കണ്ടീഷനാണ്, നിങ്ങൾക്ക് ഈ പറയുന്ന 200 എന്ന് പറയുന്നത് ഓരോ ക്ലാസ് ഓഫ് സെക്യൂരിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർസിന് 200 ആൾക്കാർക്ക് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, ഫണ്ട് റേസ് ചെയ്യുന്നു. ഈ ഇക്വിറ്റി ഷെയർസ് മറ്റേ കൊടുക്കുന്നു, മറ്റേ ഫണ്ട് റേസ് ചെയ്യുന്നു, അത് 200 പിന്നെ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുകയാണെങ്കിൽ അത് 200. സോ ഈ 200 എന്ന് പറയുന്നത് ഓരോ ക്ലാസ് ഓഫ് സെക്യൂരിറ്റിക്കാണ്. പക്ഷേ ഒരു ക്ലാസ് ഓഫ് സെക്യൂരിറ്റിയുടെ ഓഫർ നടത്തി അതിൻ്റെ അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അടുത്ത ഓഫർ, രണ്ടും രണ്ട് ക്ലാസ് ഓഫ് സെക്യൂരിറ്റി, ഇക്വിറ്റി ഷെയർ വേറെ ഡിബെഞ്ചർ വേറെ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇക്വിറ്റി ഷെയറിൻ്റെ ഓഫർ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ ഡിബെഞ്ചറിൻ്റെ, അതായത് അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഡിബെഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ യു ആർ വയലേറ്റിംഗ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 42, ഡീം ടു ബി പബ്ലിക് ഓഫർ എന്ന് പറയും. സോ കുറേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് ആദ്യം 55 ആൾക്കാർക്കേ കൊടുത്തിട്ടുള്ളൂ ഇക്വിറ്റി ഷെയർസ് വിച്ച് ഇസ് വിതിൻ ദ ലിമിറ്റ്, ഒരു കുഴപ്പമില്ല. മറ്റേ compliance within the compliance of Companies Act സെക്ഷൻ 42-ൻ്റെ കംപ്ലൈൻസിൽ തന്നെയാണ്. പക്ഷെ രണ്ടാമത്തെ കേസിൽ പറയാണ്, ഇവർ ആദ്യത്തെ ഓഫർ അലോട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡിബെഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തത്. ഒരിക്കലും വിചാരിക്കരുത് രണ്ടും രണ്ട് ക്ലാസ് ഓഫ് സെക്യൂരിറ്റി അല്ലേ, ഓരോത്തിനല്ലേ 200. എടാ, അതേ സെക്ഷൻ തന്നെ എടുത്ത് പറയുന്നുണ്ട്, ഒരു ക്ലാസ് ഓഫ് സെക്യൂരിറ്റി നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്നു, അതിൻ്റെ അലോട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ വേറൊരു ക്ലാസ് നിങ്ങൾ ഓഫർ നടത്തി ഫണ്ട് റേസ് ചെയ്യുവാണെങ്കിൽ യു ആർ വയലേറ്റിംഗ് ദ പ്രൊവിഷൻസ് ഓഫ് 42, ഡീം ടു ബി പബ്ലിക് ഓഫർ. സോ ഇക്വിറ്റി ഷെയർസിൻ്റെ ഓഫർ നടത്തി അലോട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആണ് ഡിബെഞ്ചറിന്റെ ഓഫർ കൊടുത്തത്. സോ ഡെഫിനറ്റ്ലി യു ആർ വയലേറ്റിംഗ് ദ പ്രൊവിഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഷാൽ ബി ഡീം ടു ബി എ പബ്ലിക് ഓഫർ. പിന്നെ പബ്ലിക് കമ്പനിക്ക് പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴി ഫണ്ട് റേസ് ചെയ്യുന്നൊരു കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല. Section 42. Section 42 of the Companies Act, any private company or a public company may make a private placement through issue of a private placement offer letter. However, the offer shall be made to the persons not exceeding 50 or such other higher amount as may be prescribed. Prescribe ചെയ്തിട്ടുണ്ട്. ഇവിടെ 55 എന്നാണ് സെക്ഷനിൽ പറയുന്നതെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് റൂൾസിൽ പറയണില്ലേ. സോ ഇവിടെ 55 അല്ല, 50 എന്ന് പറയുന്നു. ഹയർ നമ്പർ ആസ് മേ ബി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതെത്രയാണ്? 200. റൂളിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നില്ലേ. സോ ഫോർ കൗണ്ടിങ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് QIBനെ കൂട്ടണ്ട, ESOP സ്കീമിൽ അടിയിൽ കൊടുത്തേക്കുന്നതും കൺസിഡർ ചെയ്യേണ്ട. റൂൾ 14 പ്രകാരം ഹയർ നമ്പർ എന്ന് പറയുന്നത് 200 ആണ്. 50 എന്ന് പറയുന്നത് ആക്റ്റിലാണ്, റൂളിൽ ആ ഹയർ നമ്പർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, 200 ആണ്. സോ നമ്മൾ ഏതാണ് നോക്കേണ്ടത്? 200 ആണ് നോക്കേണ്ടത്.
it is to be counted separately for each type of security. Equity shares 200, debenture 200, separate ആയിട്ടാണ് നോക്കണ്ടേ. It is to be noted that if a company makes an offer or invitation to more than prescribed number, it shall be deemed to be a public offer. It shall be governed by the provisions relating to prospectus. Deemed to be public offer ആയി കഴിഞ്ഞാൽ പിന്നെ പ്രോസ്പെക്ടസിന്റെ പ്രൊവിഷൻസ് എല്ലാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കംപ്ലൈൻസിലോട്ട് വരും. ഒരു കമ്പനി ഫ്രഷ് ഓഫർ നടത്തരുത് അൺലെസ് ഒരു ഓഫർ നേരത്തെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ, അല്ലെങ്കിൽ ആ പഴയ ഓഫർ അവർ വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ അബൻഡൻ ചെയ്യുക. ദിസ് പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ഈവൻ ഇഫ് ദ ഇഷ്യൂസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെക്യൂരിറ്റി. ഇക്വിറ്റി ഷെയർ നേരത്തെ ചെയ്ത് ഇക്വിറ്റി ഷെയർ അല്ലേ, ഇപ്പോൾ കൊടുക്കുന്ന ഡിബെഞ്ചർ അല്ലേ, അത് ഇറലെവൻ്റ് ആണ്. രണ്ടും രണ്ട് ക്ലാസ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യാതെ അടുത്ത ഓഫർ അതിലോട്ട് പോകരുത്, അല്ലെ പഴയ ഓഫർ വിഡ്രോ ചെയ്യുക അല്ലെ അബാൻഡൻ ചെയ്യുക. ഇൻ ദ ഗിവൺ സിനാരിയോയിൽ ABC ലിമിറ്റഡ് ഒരു പബ്ലിക് കമ്പനിയാണ്, 55 ആൾക്കാർക്ക് കൊടുക്കുന്നു, 200 ആൾക്കാർ വരെ പോകാം. ഈ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യുന്നുണ്ട്, വിതിൻ ദ ലിമിറ്റ് ആണ്. രണ്ടാമത്തെ കേസിൽ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അടുത്ത ഓഫറിൽ പോകുന്നു, വിച്ച് ഇസ് നോട്ട് ഇൻ കംപ്ലൈൻസ് വിത്ത് ദ പ്രൈവറ്റ് പ്ലേസ്മെന്റ്. അപ്പോൾ അത് ഡീം ടു ബി പബ്ലിക് ഓഫർ ആയിട്ട് മാറി. അപ്പോൾ അത് ഡിബെഞ്ചറിൻ്റെ ഓഫർ നടത്തുമ്പോൾ ആദ്യം ഫസ്റ്റ് ഓഫർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഡിബെഞ്ചർ ഓഫറിലോട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ. തേർഡ് കേസിൽ പറയാണ് സെക്ഷൻ 42 പ്രകാരം ഒരു പ്രൈവറ്റ് കമ്പനി ആയിക്കോട്ടെ ഒരു പബ്ലിക് കമ്പനി ആയിക്കോട്ടെ അവർക്ക് പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴി എന്ത് റേസ് ചെയ്യാം, ഫണ്ട് റേസ് ചെയ്യാം. ഈ സെക്ഷൻ റിക്കളക്റ്റ് ആയോ, റിവൈസ്ഡ് ആയോ? ഐ നോ സിദ്ധാർത്ഥ്, നിനക്ക് ഈ ക്വസ്റ്റ്യൻ ടഫായത് ബിക്കോസ് ഓർ യു മൈറ്റ് or because of the fact that you don't like prospectus. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാ, സെയിം ക്വസ്റ്റ്യൻ. റിക്കളക്റ്റ് ആയോ പ്രൊവിഷൻ? Okay, so that is done. Now the next question is from charges എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ചാർജസ് ഇത് പറയുമ്പോൾ തന്നെ ഞാൻ പറയാം, നമ്മുടെ വർക്ക് ബുക്കിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അതിനകത്ത് ഡെപ്പോസിറ്റ്സും ചാർജസും കൂടെ കമ്പൈൻ ചെയ്തിട്ട്, അത് നമ്മുടെ ചാർജസ് ചാപ്റ്ററിലും കിടപ്പുണ്ട്, ഡെപ്പോസിറ്റ് ചാപ്റ്ററിലും കിടപ്പുണ്ട്. പ്ലീസ് ഡു ദാറ്റ് ക്വസ്റ്റ്യൻ. ചാർജ് ആൻഡ് ഡെപ്പോസിറ്റോടെ കമ്പൈൻ ചെയ്ത് ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ ഡെപ്പോസിറ്റ്സിന്റെ ആപ്ലിക്കബിലിറ്റിയും വരുന്നുണ്ട്, ചാർജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ആപ്ലിക്കബിലിറ്റിയും വരുന്നുണ്ട്. അടിപൊളി ക്വസ്റ്റൻ ആണ്. അത് ഏതോ ഒരു പ്രീവിയസ് ഇയർ RTPO പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഐ ഡോണ്ട് റിമെമ്പർ ദ അറ്റംപ്റ്റ്. നമ്മുടെ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. ഞാൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതാണ്. കഴിഞ്ഞ തവണ ചാർജസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റൻ ആണ്, ഡെപ്പോസിറ്റ്സിൽ നിന്നാണ് ക്വസ്റ്റൻ കൂടുതൽ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റൻ ഒരു കമ്പൈൻ ക്വസ്റ്റൻ നോക്കണം. പിന്നെ നിങ്ങൾ നോക്കണം വാട്ട് യു മീൻ ബൈ ഫ്ലോട്ടിംഗ് ചാർജ്, ക്രിസ്റ്റലൈസേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് ചാർജ്. പിന്നെ ചാർജിൻ്റെ മറ്റേ ഇത് നമ്മുടെ യൂഷ്വൽ ക്വസ്റ്റൻ 77-ഉം 79-ഉം 82, 83 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും സാധനങ്ങൾ എല്ലാം കണക്റ്റഡാ. 77 അറിയാമെങ്കിൽ 78 ഓട്ടോമാറ്റിക്കലി വന്നോളുമല്ലോ. 77, 79 ആൻഡ് 82, 83. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ കാര്യമായിട്ട് നോക്കിക്കോണം. റിവിഷൻ്റെ സമയത്ത് ഈ രീതിയിൽ പ്ലാൻ ചെയ്യണേ. സോ ലില്ലി, ഇതും നല്ലൊരു ക്വസ്റ്റൻ ആണ്. മാർക്ക് ദിസ് ക്വസ്റ്റൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. MTPയിൽ വന്നേക്കുന്ന ഈ ക്വസ്റ്റൻ കൊള്ളാം. ഇത് നമ്മുടെ വർക്ക് ബുക്കിലുള്ള ക്വസ്റ്റൻ ആണ്. ഗുഡ് ക്വസ്റ്റൻ. Lilly Private Limited on 5th February 2024 obtained rupees of 30 lakh working capital loan by offering its stock accounts receivable as security and rupees 5 lakh ad hoc overdraft on personal guarantee of a director of Lilly Private Limited from a financial institution. Lilly Private Limited എന്ന് പറയുന്ന കമ്പനി 5th ഫെബ്രുവരിയിൽ 30 lakh rupees വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആയിട്ട് മേടിക്കുന്നു. അവരെന്താണ് അങ്ങോട്ട് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തത്? അവരുടെ സ്റ്റോക്ക് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ ആണ് അവർ കൊടുത്തത്. അതുകൂടാതെ 5 ലക്ഷം രൂപയുടെ ആഡോക്ക് ഓവർ ഡ്രാഫ്റ്റ് അവർ കൊടുത്തു. സോ രണ്ട് കാര്യങ്ങളാണ് അവർ സെക്യൂരിറ്റി ആയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ അവെയിൽ ചെയ്തുകൊണ്ട് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ അഡോക്ക് ഓവർ ഡ്രാഫ്റ്റ് അതിന് ജാമ്യം നിന്നത് ആരാന്നറിയോ? ഡയറക്ടർ ഓഫ് ലില്ലി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013, വെദർ ദ കമ്പനി ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് എ ചാർജ് ഫോർ ദ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആൻഡ് അഡോക്ക് ഓവർ ഡ്രാഫ്റ്റ്. ഈ വർക്കിംഗ് ക്യാപിറ്റൽ ലോണിൻ്റെ മുകളിലും അഡോക്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെ മുകളിലും ചാർജ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ അസറ്റ് പ്രോപ്പർട്ടീൻ്റെ ഒക്കെ മുകളിലാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിൽ നമുക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആഡോക്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ലോജിക് എന്താണ്? ആഡോക്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോപ്പർട്ടി
പ്രോപ്പർട്ടി അല്ല, കമ്പനിയുടെ അസറ്റ് അല്ല. പ്രോപ്പർട്ടി ആൻഡ് അസറ്റിന് മുകളിലാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ ആണെങ്കിലും ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും നമുക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ആഡോക് ഓവർ ഡ്രാഫ്റ്റ് അതിൻ്റെ മുകളിൽ ഒരു ഡയറക്ടർ പേഴ്സണൽ ഗ്യാരണ്ടി നിൽക്കുന്നത് ഒരു പ്രോപ്പർട്ടി അല്ല, ഒരു അസറ്റ് അല്ല. സോ അതിൻ്റെ മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യേണ്ട, മറ്റേതിൻ്റെ മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? 2 clause 16 പ്രകാരം ചാർജ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓർ ലീൻ ക്രിയേറ്റഡ് ഓൺ ദ പ്രോപ്പർട്ടി ഓർ അസറ്റ്സ് ഓഫ് എ കമ്പനി ഓർ എനി ഓഫ് ഇറ്റ്സ് അണ്ടർടേക്കിംഗ് ഓർ ബോത്ത് ആസ് എ സെക്യൂരിറ്റി ആൻഡ് ഇൻക്ലൂഡ്സ് മോർഗേജ്. സോ അതൊരു ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ലീൻ ആകാം, ഒരു ഇൻട്രസ്റ്റ് ആകാം. അത് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോപ്പർട്ടി ഓർ അസറ്റ്സിൻ്റെ മുകളിലാണ്, അല്ലെങ്കിൽ അണ്ടർടേക്കിങ്ങിൻ്റെ മുകളിലാണ്, അല്ലെങ്കിൽ ബോത്ത്. മോർഗേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ചാർജിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഒരു കമ്പനി വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്സ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നു. അതിന് മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ബിക്കോസ് ഇറ്റ് ഇസ് പ്രോപ്പർട്ടി ഓർ അസെറ്റ്. ഹെൻസ് ഫോർ 30 lakh വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ഇറ്റ് ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് എ ചാർജ്. However, it is not required to create a charge for 5 lakh overdraft, ad hoc overdraft on personal guarantee of a director, because charge is created either on the property or assets. Personal guarantee of a director എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോപ്പർട്ടി അല്ല, അസറ്റ്സ് അല്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ ആ 5 lakhന് മുകളിൽ ക്രിയേറ്റ് ചെയ്യേണ്ട, മറ്റേതിന് മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യണം. നല്ല ക്വസ്റ്റൻ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് അടുത്തത്. ഇത് നമ്മൾ പറഞ്ഞ ഒരു സംഭവമാണ് എക്സ്പ്ലനേഷൻ. Does an explanation added to a section widen the ambit of a section? No. ഒരു സെക്ഷനിൽ പറയാത്ത കാര്യങ്ങൾ സെക്ഷനകത്ത് ഇല്ലാത്തൊരു കാര്യമാണോ നമ്മൾ എക്സ്പ്ലനേഷനകത്ത് പറയുന്നത്? അല്ല. സോ എക്സ്പ്ലനേഷൻ ഇസ് ബേസിക്കലി എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഫെർദർ മോർ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിലാണ് എക്സ്പ്ലനേഷൻ വെച്ചേക്കുന്നത്. നമ്മൾ പല സെക്ഷൻസും കമ്പനീസ് ആക്ടിനകത്ത് പഠിച്ച സമയത്ത് എക്സ്പ്ലനേഷൻ കണ്ടിട്ടില്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. സംടൈംസ് ആൻ എക്സ്പ്ലനേഷൻ ഇസ് ആഡഡ് ടു എ section of an act for the purpose of explaining the main provision contained in the section. ആ സെക്ഷനകത്ത് മെയിൻ പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വെച്ചേക്കുന്നത്. എന്തെങ്കിലും ആംബിഗ്വിറ്റി ഉണ്ട്, ആംബിഗ്വിറ്റി മീൻസ് എനി കൺഫ്യൂഷൻ ഉണ്ട് മെയിൻ സെക്ഷനകത്ത്, എക്സ്പ്ലനേഷൻ ഇൻസേർട്ട് ചെയ്യുന്നത് ഹാർമോണൈസ് ചെയ്യാനായിട്ടും ആംബിഗ്വിറ്റി ക്ലിയർ അപ്പ് ചെയ്യാനായിട്ടുമാണ്. സോ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടണം വിത്ത് റെസ്പെക്ട് ടു ദ മെയിൻ പ്രൊവിഷൻ, അതിന് വേണ്ടിയിട്ടാണ് എക്സ്പ്ലനേഷൻ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഹാർമണി ക്രിയേറ്റ് ചെയ്യാനായിട്ടും ആംബിഗ്വിറ്റി അവോയ്ഡ് ചെയ്യാനായിട്ടുമാണ്. സംതിങ് മേ ബി ആഡഡ് ടു ഓർ സംതിങ് മേ ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദ മെയിൻ പ്രൊവിഷൻ ബൈ ദി ഇൻസേർഷൻ ഓഫ് എക്സ്പ്ലനേഷൻ. ബട്ട് എക്സ്പ്ലനേഷൻ ഷുഡ് നോട്ട് ബി കൺസ്റ്റിറ്റ്യൂട്ട് ടു വൈഡൻ ദ ആംബിറ്റ് ഓഫ് ദ സെക്ഷൻ. ഒരിക്കലും എക്സ്പ്ലനേഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സെക്ഷൻ്റെ ആംബിറ്റിനെ വൈഡൻ ചെയ്യുന്ന രീതിയിൽ ആവരുത്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇങ്ങനത്തെ ക്വസ്റ്റനൊക്കെ വന്നാൽ എഴുതാതെ വരരുത്. സോ സിമ്പിൾ. ഇൻ്റർപ്രിട്ടേഷൻ ചാപ്റ്ററാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ചോദിച്ചിരുന്നു. ഈസി ക്വസ്റ്റൻ. ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് വൺ. ശ്രീറാം പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് എ സ്റ്റാർട്ടപ്പ് കമ്പനി. ഞാൻ പറഞ്ഞു ടൈപ്പ് ഓഫ് കമ്പനി എപ്പോഴും ഐഡന്റിഫൈ ചെയ്തോണം. Mr. Lovely has been appointed as an accounts manager of Shriram Private Limited. The board meeting for the approval of accounts is to be held on 1st August 2024 and he has to prepare the financial statement for approval of the board. Referring to 2 clause 40 of the Companies Act, advise Mr. Lovely about the statements that are required to be prepared. So easy question. Financial statement എന്താന്ന് മാത്രം എഴുതിയാൽ മതി. 5 മാർക്ക്. ഇതൊക്കെ ചോദിച്ചാൽ ലോട്ടറി. 2 clause 40 പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ്, P&L അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി നോട്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആരൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല? ഒരു 1% കമ്പനി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, സ്മോൾ കമ്പനി പ്രിപ്പയർ ചെയ്യേണ്ട, ഡോമന്റ് വേണ്ട, സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനി പ്രിപ്പയർ ചെയ്യേണ്ട. സോ മിസ്റ്റർ ലവ്ലി എന്ന് പറയുന്ന ആൾ മോളിൽ പറഞ്ഞ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. എന്ത് പ്രിപ്പയർ ചെയ്യേണ്ട? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. കാരണം അവർ എന്ത് ടൈപ്പ് ഓഫ് കമ്പനിയാണ്? ദേ ആർ എ സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനി. ഞാൻ എപ്പോഴും നിങ്ങളോടൊരു ഹിന്റ് പറഞ്ഞിട്ടില്ലേ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടൈപ്പ് ഓഫ് കമ്പനി എപ്പോഴും ഓർത്തണം. കാരണം അതിൽ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻസോ എക്സെംഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറന്നുപോകും. നമ്മൾ ആ ടെൻഷനിൽ വായിക്കും, അയ്യോ ഇത് അതിനകത്ത് കവേർഡ് ആയിരുന്നല്ലോ, ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഓർമ്മ വരുള്ളൂ നമുക്ക്. അപ്പോൾ റിമെമ്പർ, ഓൾവേസ് അണ്ടർലൈൻ ദ ടൈപ്പ് ഓഫ്
കമ്പനി. അപ്പോൾ 1% കമ്പനി, സ്മോൾ കമ്പനി, ഡോമൻ കമ്പനി, സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനിക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല. സോ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ ബാലൻസ് ഷീറ്റ്, പി ആൻഡിൽ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, എക്സ്പ്ലനേറ്ററി നോട്ട്. അതിനകത്ത് CFS ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടാത്ത ആർക്കൊക്കെയാണ്? 4 ടൈപ്പ് ഓഫ് കമ്പനിയാണ്. ഇതൊരു സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനിയാണ് ആയതുകൊണ്ട് CFS ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒഴികെ ബാക്കി എല്ലാം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ്, പി ആൻഡിൽ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, എക്സ്പ്ലനേറ്ററി നോട്ട്. ഇതെല്ലാം ഏതിൻ്റെ ഭാഗമായിരിക്കണം? അവരുടെ ക്യാഷ് ഫ്ലോ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിരിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊക്കെ ചോദിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളോട് ഭയങ്കര സ്നേഹമെന്ന് വിചാരിച്ചാൽ മതി. സോ ഈസി ക്വസ്റ്റ്യൻ. 5 മാർക്ക്, 2 മാർക്കൊക്കെ ഓക്കെ, 5 മാർക്ക് വേ ടു ഈസി. എടാ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കളയും. ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത ആരാന്നൊക്കെ വിചാരിക്കും അവർ. Finally, I see some different question from LLP. So happy to see this question. The XYZ LLP was incorporated on 15th March 2023 with its registered office in Mumbai. Registered office in Mumbai-ലാണ്. LLP ഒരു ലീഗൽ നോട്ടീസ് റിസീവ് ചെയ്തു സപ്ലയറിൻ്റെ അടുത്തു നിന്ന് at the address. However, the partners claim they never received the notice. Partners പറയാണ് ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല as they had shifted their office to Pune on 10th January 2024. ഞങ്ങൾ പൂനെയിലോട്ട് മാറിയതുകൊണ്ട് ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. But had not informed ROC about the change. ഞങ്ങൾ രജിസ്റ്റർഡ് ഓഫീസ് മാറിയ കാര്യം ഞങ്ങൾ ROCനെ അറിയിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ രജിസ്റ്റർഡ് ഓഫീസ് മാറി ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടിയില്ല. Based on the provisions of the LLP, advise whether the service of notice at the Mumbai address is legally valid. അപ്പോൾ ROCനെ അവർ അറിയിച്ചിട്ടില്ല. അങ്ങനെ നോട്ടീസ് അവർ സെർവ് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ സെക്ഷൻ 13 ആണ്. ഫൈനലി സം ക്വസ്റ്റ്യൻ. രജിസ്റ്റർഡ് ഓഫീസ് ഓഫ് LLP ആൻഡ് ചേഞ്ച് ദെയർ. ആസ് പെർ സെക്ഷൻ 13 എല്ലാ LLPക്കും രജിസ്റ്റർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോട്ടീസസ് ROC അയക്കുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഡോക്യുമെൻ്റ് നമ്മൾ LLPൻ്റെ മുകളിലോ പാർട്ട്ണറിൻ്റെ മുകളിലോ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറിൻ്റെ മുകളിലോ സെർവ് ചെയ്യുന്നത് പോസ്റ്റ് വഴിയാകാം, ബൈ എ സർട്ടിഫിക്കറ്റ് ഓഫ് പോസ്റ്റിംഗ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയാകാം, ഓർ ഇൻ എനി അതർ മാനർ ആകാം, അറ്റ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓർ എനി അതർ അഡ്രസ് സ്പെസിഫിക്കലി ഡിക്ലെയർഡ് ബൈ ദ LLP ഫോർ ദിസ് പർപ്പസ്. സോ ROCക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ LLPൻ്റെ മുകളിലോ പാർട്ട്ണറിൻ്റെ മുകളിലോ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറിൻ്റെ മുകളിലോ എന്തെങ്കിലും ഒരു കാര്യം അയച്ചു കൊടുക്കണമെങ്കിൽ അത് ഒന്നെങ്കിൽ പോസ്റ്റ് വഴി അയക്കാം, ബൈ സർട്ടിഫിക്കറ്റ് ഓഫ് പോസ്റ്റിംഗ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയക്കാം, അല്ലെങ്കിൽ എനി അതർ മാനർ രജിസ്റ്റേർഡ് ഓഫീസിൽ എത്തുന്ന രീതിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ഇൻറ്റിമേറ്റ് ചെയ്യണം. LLPക്ക് അവർ രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. ആ പറയുന്ന ചേഞ്ച് വിത്ത് നോട്ടീസ് ROCനെ അറിയിക്കണം ഇൻ സച്ച് ഫോം ആൻഡ് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്. ആ പറയുന്ന ചേഞ്ച് ഇഫക്റ്റീവ് ആകുന്നത് ഈ പറയുന്ന ഇൻറ്റിമേഷൻ ROCക്ക് കിട്ടുമ്പോഴാണ്. സോ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ഓഫീസ് നിങ്ങൾ വെച്ചു സെക്ഷൻ 13 പ്രകാരം, പിന്നെ അത് മാറ്റാൻ പറ്റുമോ? പിന്നെന്താ മാറ്റാം. LLP രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റുമ്പോൾ ആരെ അറിയിക്കണം? ROCനെ അറിയിക്കണം. ROC അറിയിച്ചാൽ മാത്രമേ അത് ഇഫക്റ്റീവ് ആകുള്ളൂ, ആ ചേഞ്ച് ഇഫക്റ്റീവ് ആകുള്ളൂ. സോ ഇൻ ദ ലൈറ്റ് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ആൻഡ് ദ ഫാക്ട്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ, രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് XYZ LLP will be Mumbai as it is registered with the ROC. The changed office of Pune cannot be treated as a registered office കാരണം അത് ആരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല, മറ്റേ ROCനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. സർവീസ് ഓഫ് നോട്ടീസ് ടു ദ മുംബൈ അഡ്രസ്സസ് ലീഗലി വാലിഡ്. സോ ഓർത്തോണം, സെക്ഷൻ 13 പ്രകാരം രജിസ്റ്റേർഡ് ഓഫീസ് വേണം. രജിസ്റ്റേർഡ് ഓഫീസ് എന്തിനാണ്? കമ്മ്യൂണിക്കേഷൻ നോട്ടീസസ് റിസീവ് ചെയ്യാനായിട്ടാണ്. LLP പാർട്ട്ണർ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഒരു കാര്യം സെർവ് ചെയ്യുന്നത് ബൈ പോസ്റ്റ് ആകാം, രജിസ്റ്റേർഡ് പോസ്റ്റ് ആകാം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സിന് മുകളിലാകാം. രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇൻറ്റിമേറ്റ് ചെയ്യണം. ഇൻറ്റിമേറ്റ് ചെയ്താൽ മാത്രമേ ചേഞ്ച് എഫക്റ്റീവ് ആകുള്ളൂ. ഈ കേസിൽ മുംബൈയിൽ നിന്ന് പൂനെയിലോട്ട് പോയ കാര്യം ഇൻറ്റിമേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മുംബൈയിൽ ഒരു കാര്യം സെർവ് ചെയ്യുമ്പോൾ അത് വാലിഡ്ലി സെർവ് ചെയ്തതുപോലെയാണ് ലോ കാണുന്നത്. പൂനെയിലോട്ട് അഡ്രസ്സ് മാറി അത് ഇൻറ്റിമേറ്റ് ചെയ്യാത്തടത്തോളം കാലം ROCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ലീഗലി വാലിഡ് ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് മുംബൈയിൽ സെർവ് ചെയ്താൽ ഡീം ടു ഹാവ് ബീൻ സെർവ്ഡ്. ഓക്കെ ആണോ? സോ ഹാപ്പി ടു സീ എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ അതർ ദെൻ വൈൻഡിങ് അപ്പ്. ഓക്കെ ആണോ?
Yes, okay, let us continue. Going for the next one. Again, ഇതും നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. വെൻ ക്യാൻ ദ പ്രിയാമ്പിൾ ബി യൂസ് എസ് എൻ എയ്ഡ് ടു ഇന്റർപ്രിട്ടേഷൻ ഓഫ് എ സ്റ്റാറ്റ്യൂട്ട്? പ്രിയാമ്പിൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? കൺഫ്യൂഷൻ ഉള്ളപ്പോൾ, ആംബിഗ്വിറ്റി ഉള്ളപ്പോൾ, ഒബ്ജക്റ്റ് സ്കോപ്പ് ഓഫ് ദ ആക്ട് മനസ്സിലാക്കാൻ, ഇതിനൊക്കെയല്ലേ നമ്മൾ പ്രിയാമ്പിൾ ഉപയോഗിക്കുന്നത്? നമ്മൾ പഠിച്ചാണല്ലോ. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഒരു ആക്ട്, ഒരു എയിം ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് ദ ലെജിസ്ലേഷൻ, ലോയുടെ എയിം എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞത്. കീ ടു ദ മൈൻഡ് ഓഫ് ദ മേക്കർ, എന്താണോ ആ ലോ എഴുതിയ ആൾ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിയാമ്പിൾ വായിക്കുന്നത്. പക്ഷെ പ്രിയാമ്പിളിന് ഒരിക്കലും ഓവർ റൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഒന്നുകൂടെ നോക്കിക്കേ, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണോ ലെജിസ്ലേഷന്റെ എയിം ആൻഡ് ഒബ്ജക്റ്റീവ്. ഇന്റർപ്രിട്ടേഷൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇപ്പം തന്നെ പഠിച്ചോളൂ. പ്രിയാമ്പിൾ യൂസ് ചെയ്യുന്നത് എയിമും ഒബ്ജക്റ്റും, എന്താണോ ലെജിസ്ലേഷൻ്റെ എയിം ആൻഡ് ഒബ്ജക്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ കീ ടു ദ മേക്കർ മേക്കർ ഓഫ് ദ ലോ. എന്താണോ അയാൾ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പ്രിയാമ്പിൾ വായിക്കുന്നത്. പ്രിയാമ്പിളിന് ഒരിക്കലും പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ടിനെ ഓവർ റൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഫ് സമ്മറി മാത്രമാണ്. എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, പ്രിയാമ്പിളും പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ടും ഡെഫിനറ്റ്ലി പ്രൊവിഷനെ പ്രിവെയിൽ ചെയ്യുള്ളൂ. കാരണം പ്രിയാമ്പിൾ ഓവർ റൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പ്രിയാമ്പിൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ആംബിഗ്വിറ്റി വേർഡ്സിലുള്ളപ്പോൾ, കൺഫ്യൂഷൻ ഉണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഗോ റീഡ് ദ പ്രിയാമ്പിൾ ഓഫ് ദ ആക്ട്. where the words of an enactment appear to be general in scope, ഭയങ്കര ജനറൽ ആണെന്ന് നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ കോടതി പ്രിയാമ്പിൾ റെഫർ ചെയ്യും. എന്താണ് ഈ പറയുന്ന ആക്ടിന്റെ സ്കോപ്പ്, എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പ്രിയാമ്പിൾ റെഫർ ചെയ്യാം. സോ പ്രിയാമ്പിൾ ഇസ് ജസ്റ്റ് ബേസിക്കലി ടു അണ്ടർസ്റ്റാൻഡ് ദ എയിം, ദ സ്കോപ്പ് ഓഫ് എ ലെജിസ്ലേഷൻ. പ്രൊവിഷൻസിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. പ്രൊവിഷൻസും ഇതും നമ്മളൊരു ഡ്യൂപ്ലിക്കേഷൻ, ഒരു ആംബിഗ്വിറ്റി വരുവാണെങ്കിൽ ഏതായിരിക്കും നമ്മൾ നോക്കേണ്ടത്? പ്രൊവിഷൻ ആയിരിക്കും നോക്കുക. കോടതിക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു എങ്കിൽ അതിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കാൻ, മീനിങ് മനസ്സിലാക്കാൻ പ്രിയാമ്പിൾ ആയിരിക്കും നോക്കുക. സോ വെനെവർ ദർ ഇസ് എൻ ആംബിഗ്വിറ്റി യൂഷ്വലി പ്രിയാമ്പിൾ ഇസ് റെഫർഡ്. പക്ഷെ പ്രൊവിഷനെ ഓവർ റൈഡ് ചെയ്യാൻ വേണ്ടി പ്രിയാമ്പിളിൽ പറ്റില്ല. വായിച്ചോളൂ, ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് വായിച്ചേ. ഇന്റർപ്രിട്ടേഷൻ ആയതുകൊണ്ടാണ് മെജോറിറ്റി സ്റ്റുഡൻസ് സ്കിപ്പ് ചെയ്യണ ചാപ്റ്ററിൽ. Okay, so that is done. Next one, silly question. നമ്മുടെ സർവീസ് ഓഫ് ഡോക്യുമെന്റ്സ് എങ്ങനെയാണ്, അതായത് ROC ആണെങ്കിൽ എങ്ങനെ സെർവ് ചെയ്യും, ROC ആണെങ്കിൽ എങ്ങനെ സെർവ് ചെയ്യണം. സെക്ഷൻ 20 ഫസ്റ്റ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി ചാപ്റ്റർ ആണ്. ഇൻകോർപ്പറേഷന് കുറേ ക്വസ്റ്റൻ ഇട്ടിട്ടുണ്ടല്ലോ. അണ്ടർ സെക്ഷൻ 20 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ഒരു ഡോക്യുമെന്റ് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. കമ്പനി ആകാം, കമ്പനിയുടെ ഓഫീസർ. സോ ഫസ്റ്റ് കമ്പനിക്ക് എങ്ങനെ സെർവ് ചെയ്യും എന്നാണ്. ഫസ്റ്റ് ഹൗ ഇറ്റ് വിൽ ബി സെർവ് ടു ദ കമ്പനി. കമ്പനി ആകാം അല്ലെങ്കിൽ ഓഫീസർ ആകാം. എങ്ങനെയൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും ശ്രദ്ധിച്ചോണേ, ചെറിയ കാര്യമാണ്, അതുകൊണ്ട് ഞാനത് എഴുതിയത്. എങ്ങനെയൊക്കെ സെർവ് ചെയ്യാം? രജിസ്റ്റേർഡ് ഓഫീസിൽ, രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടോ, സ്പീഡ് പോസ്റ്റ് ആയിട്ടോ, കൊറിയർ ആയിട്ടോ, അല്ലെങ്കിൽ ലീവിങ് അറ്റ് ദ രജിസ്റ്റേർഡ് ഓഫീസോ, ഇലക്ട്രോണിക് മീൻസ് വഴിയോ സെർവ് ചെയ്യാം. അപ്പോൾ കമ്പനിക്കോ ഓഫീസർ ഓഫ് ദ കമ്പനിക്കോ എന്തെങ്കിലും സെർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ്, കൊറിയർ, രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സിലോട്ട് ഇടുക, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസ് വഴിയാണെങ്കിലും പോകാം. സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററിയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ബൈ മീൻസ് ഓഫ് ഇലക്ട്രോണിക് മോഡ് ഓർ അതർ മോഡ്, അതായത് ഏത് മോഡ് വഴി വേണമെങ്കിലും പോകാം. പക്ഷേ ഇനിയും ശ്രദ്ധിച്ചോ, ROCക്കാണ് അയക്കുന്നതെന്ന് വിചാരിക്കുക, കമ്പനി ROCക്കാണ് അയക്കുന്നതെന്ന് വിചാരിക്കുക. ശ്രദ്ധിച്ചോണേ, എങ്ങനെയൊക്കെ അയക്കാം? ബൈ പോസ്റ്റ്, ഓർഡിനറി പോസ്റ്റും ഉണ്ട്, രജിസ്റ്റേർഡ് പോസ്റ്റ് ഉണ്ട്, സ്പീഡ് പോസ്റ്റ് ഉണ്ട്, കൊറിയർ ഉണ്ട്, രജിസ്റ്റേർഡ് അഡ്രസ്സിലുള്ള ഡെലിവറി ആകാം, ഇലക്ട്രോണിക് ഓർ അതർ മോഡ് ആകാം. വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ ഓർഡിനറി പോസ്റ്റ് ഇല്ല. സോ കമ്പനി ഓർ ഓഫീസറിന് ഒരു കാര്യം സെർവ് ചെയ്യുന്ന സമയത്ത്
ഓർഡിനറി പോസ്റ്റ് ഇല്ല. പക്ഷെ ROCക്ക് അയക്കുന്ന സമയത്ത് എന്തും കൂടെ വന്നിട്ടുണ്ട്, ഓർഡിനറി പോസ്റ്റും കൂടെ വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. കുട്ടി സാധനമാണ്, പക്ഷെ വെറുതെ തെറ്റിക്കരുത്. അതുകൊണ്ട് ഞാൻ എഴുതിയത് കമ്പനി ഓഫീസർ മീൻസ് ഓർഡിനറി പോസ്റ്റ്. ഏതിൽ ഓർമ്മ പഠിക്കുക, കമ്പനി ഓഫീസർ പറഞ്ഞാൽ ബാക്കി ഈ രണ്ടിൻ്റെയും പോയിന്റ് സെയിമാ. കമ്പനി ഓഫീസറിന് ഓർഡിനറി പോസ്റ്റ് എന്നുള്ള രീതിയിൽ ROC അയക്കരുത്. പക്ഷെ ROCക്ക് അയക്കുന്ന സമയത്ത് ഇതാ ഡോക്യുമെന്റ് മേ ബി സെർവ്ഡ് ഓൺ ROCക്ക് അയക്കുന്ന സമയത്ത് ഓർഡിനറി പോസ്റ്റ് വഴി വേണമെന്നുണ്ടെങ്കിലും അവർക്ക് അയക്കാം. ആ കുട്ടി സാധനം ക്ലിയർ അല്ലേ? ചെറിയൊരു സാധനമാണ്, ബട്ട് യു മൈറ്റ് മേക്ക് എ മിസ്റ്റേക്ക്. ക്ലിയർ? Okay, going for the next one. ഇതിനകത്ത് again audit and auditors highest weighted chapter ആണ്. Under the Companies Act 2013, an auditor by a company is allowed to provide only those services that are approved by the board of directors or audit committee. Auditor, audit committee അല്ലെങ്കിൽ board as a case may be ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, ആരാണോ പറയുന്നത് അവർ പറയുന്ന സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. However, ചില സർവീസസ് auditor expressly prohibited from rendering ആണ്, whether directly or indirectly to the company holding or subsidiary. ഏതെങ്കിലും 7 റെസ്ട്രിക്റ്റഡ് സർവീസ് ഏതാണെന്ന് റിക്കളക്ട് ചെയ്യാൻ വേണ്ടി. ഓർമ്മയുണ്ടോ? ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഇന്റേണൽ ഓഡിറ്റ്, അതായത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ചില സർവീസസ് റെൻഡർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് സെക്ഷൻ 144 പ്രകാരം. ഓഡിറ്റർ നോട്ട് ടു റെൻഡർ സർട്ടൻ സർവീസസ്, അതാണ് ഇവിടെ പറഞ്ഞേക്കണം. Silly question. Accounting, bookkeeping service, internal audit, design and implementation of financial information system, actuarial service, investment advisory, investment banking, outsourced financial service, management service, any other kind of service as may be prescribed. ഇപ്പം ഒന്ന് നോക്കിക്കേ, അക്കൗണ്ടിങ് ബുക്ക് കീപ്പിംഗ് സർവീസ് കൊടുക്കരുത്, ഇന്റേണൽ ഓഡിറ്റ് നോക്കരുത്, ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി സർവീസസ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് സർവീസസ്, ആക്ച്വറിയൽ സർവീസസ്, സച്ച് അതർ സർവീസസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. 7 എണ്ണം എഴുതിയാൽ പോരെ? 7 എണ്ണം എഴുതിയാൽ മതി എന്നവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് 9 എണ്ണം ഓർമ്മ വന്നു, 9 എണ്ണം എഴുതണം, എഴുതിക്കോളൂ, നോ പ്രോബ്ലം. സമയം ഒന്ന് മാനേജ് ചെയ്താൽ മതി. സെക്ഷൻ 144 ആണ്. ഇവരിവിടെ സെക്ഷൻ എഴുതിയിട്ടില്ല, സെക്ഷൻ എഴുതിക്കോ. സെക്ഷൻ 144 ആണ്. ഓഡിറ്റർ നോട്ട് ടു റെൻഡർ സർട്ടൻ സർവീസസ്. സെക്ഷൻ 144. ക്വിക്ക് ആയിട്ട് വായിക്കും, സോ ദാറ്റ് ആ സെക്ഷൻ കഴിഞ്ഞില്ല. വെരി ഗുഡ്. Okay, done. Next, Mr. Alka was a director in Sweets Private Limited. Once while dealing with the supplier of the raw material for company, she agreed to get some secret commission from the supplier for making the deal. Alka ഒരു കമ്പനിയുടെ ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു ഒരു സീക്രട്ട് കമ്മീഷൻ വേണമെങ്കിൽ ഞാൻ ഒപ്പിക്കാം ഈ പറയുന്ന ഡീൽ ചെയ്യുന്ന സമയത്ത്. Afterwards on finding the facts, the company has filed the suit against Miss Alka. കണ്ടുപിടിച്ചു, സ്യൂട്ട് ഫയൽ ചെയ്യുവാണ് Alkaki against it. She contended that according to section 166, a director of a company shall not attempt or achieve any undue gain or advantage either to himself or to his relative partners or associate, and if such director is found of guilty of making any undue gain, he shall be liable to an amount equivalent to that gain to the company. പുള്ളിക്കാരി 166 പറഞ്ഞു ആരെങ്കിലും undue gain ഓ അഡ്വാൻറ്റേജോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പെനാൽറ്റി ഇത്രയാണ് അയാൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. She contended that 166 is applicable only to a male director. കാരണം ഇവിടെ he എന്നൊരു വാക്ക് ഉപയോഗിച്ചേക്കുന്നത് കൊണ്ട് അത് മെയിൽ ഡയറക്ടറിന് മാത്രമേ ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. ഷീ ബീങ് എ ഫീമെയിൽ വിൽ നോട്ട് ബി ലയബിൾ ആസ് പെർ ജനറൽ ക്ലോസ് ആക്ട്. പുള്ളിക്കാരി പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ ഫാക്കൽറ്റി മെറ്റീരിയലിൽ കിടപ്പുണ്ടായിരുന്നു. ആൻഡ് ഐ ടോൾഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ജെൻഡർ നമ്മൾ പറഞ്ഞ ഓർമ്മയില്ലേ? മെയിൽ ഷാൽ ഇൻക്ലൂഡ് ഫീമെയിൽ ആൻഡ് വൈസ് വേഴ്സ. മെയിൽ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും സെയിം ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റിനെ കാണുമ്പോൾ അയ്യോ ഞാൻ ജനറൽ ക്ലോസ് പഠിച്ചില്ല, ഇത് ഏതാണ് 166 ഒക്കെ മാം പഠിപ്പിച്ചില്ലല്ലോ എന്നൊക്കെ പറയും. എടാ ഇതൊക്കെ എന്ത് എളുപ്പമുള്ള ക്വസ്റ്റൻ എന്നറിയോ? ജെൻഡറാണ് ക്വസ്റ്റ്യൻ, ഭയങ്കര സില്ലി ക്വസ്റ്റൻ ആണ്. സെക്ഷൻ 13 പ്രകാരം
section 13 of the General Clause Act prakaram, unless there is anything repugnant to in the subject, words importing the masculine gender shall include female also. അതിനകത്ത് masculine genderനകത്ത് ഫീമെയിലും കൂടെ ഇൻക്ലൂഡർ ആണ്. മിസ് അൽക്ക ഡയറക്ടർ കഥ മൊത്തം പറയുക. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്ത് ഇൻക്ലൂഡർ ആണ്? ഇറ്റ് ഈസ് നോട്ട് ഓൺലി ആപ്ലിക്കബിൾ ടു ദ മെയിൽ, ഇറ്റ് ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ടു ദ ഫീമെയിൽ. സോ അൽക്ക ഈസ് ബൗണ്ട് ടു കംപ്ലൈ വിത്ത് സെക്ഷൻ 166. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ പ്രൊവിഷൻ എന്ന് പറയുന്ന ഒരു ലൈനാണ്, ജസ്റ്റ് വൺ ലൈൻ. ദ words importing the masculine gender will include females. ഇത്ര മാത്രം എഴുതിയാൽ മതി, ബാക്കി ഇത് കഥയാണ്, ക്വസ്റ്റ്യൻ ആണ്. And you get a 5 marks. I don't know why do you just skip general clause or interpretation. It's such a easy question. ഭയങ്കര എളുപ്പമാണ്. ഓർമ്മയുണ്ടോ ഈ ക്വസ്റ്റ്യൻ? Do you remember? നോ. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എനിക്കറിയില്ല, സോ ഈസി ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് നോ വിച്ച് റെസൊല്യൂഷൻ ആ പാസ്സാക്കിയേക്കുന്നതെന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ദാറ്റ് വാസ് വൺ ഓഫ് ദോസ് ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് പണ്ട് എപ്പോഴോ ചോദിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നോ, ദിസ് ക്വസ്റ്റ്യൻ ഇത് അൺഇമ്പോർട്ടൻ്റ് ആണെന്നല്ല, ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ. കുറേ നാൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ MTPയിൽ കാണുന്നുണ്ട്. ഐം ജസ്റ്റ് മാർക്കിംഗ് ഇറ്റ് ആസ് ഇമ്പോർട്ടൻറ്റ്. വെരി ഈസി ക്വസ്റ്റ്യൻ. ഇൻ എ ജനറൽ മീറ്റിംഗ് ഓഫ് എ കമ്പനി, ഷെയർ ഹോൾഡേഴ്സ് പാസ്ഡ് SR. ഷെയർ ഹോൾഡേഴ്സ് SR പാസ്സാക്കി ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അവിടെ 30 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു പ്രസൻ്റ് ആയിട്ട്. ഔട്ട് ഓഫ് വിച്ച്, അപ്പോൾ ടോട്ടൽ 30. ഇത് ആകെ വർക്കിംഗ് നോട്ട് ഇത് കാണിക്കണേ. ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 30 ഉണ്ട്. 30. ഔട്ട് ഓഫ് വിച്ച് 15 വോട്ടഡ് ഇൻ ഫേവർ ഓഫ് ദ റെസൊല്യൂഷൻ. 15 ആൾക്കാർ ഫേവറബിൾ ആയിട്ട് വോട്ട് ചെയ്തു, 6 എഗൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തു. സോ ടോട്ടൽ 21 ആയി. ആൻഡ് 5 വോട്ട്സ് വെയർ ഫൗണ്ട് ഇൻവാലിഡ്. 5നെ നമുക്ക് ഒരു രീതിയിലും എടുക്കാൻ പറ്റില്ല, കാരണം ഇത് ഇൻവാലിഡ് ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ എടുക്കേണ്ടത് ഇതിൻ്റെ ബേസിസിലാണ്. ദ റിമൈനിങ് 4 മെമ്പേഴ്സ് അബ്സ്റ്റെയിൻ ഫ്രം വോട്ടിംഗ്. 4 പേര് വോട്ട് ചെയ്തിട്ടേ ഇല്ല ഇൻ ടോട്ടലായിട്ട്. സോ ടെക്നിക്കലി 15+6 മാത്രമേ വന്നിട്ടുള്ളൂ. ദ ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ് ഡിക്ലെയർഡ് ദ റെസൊല്യൂഷൻ ആസ് പാസ്ഡ്. ചെയർമാൻ പറയാണ് ഈ പറയുന്ന റെസൊല്യൂഷൻ പാസ്സായിട്ടുള്ളത്. വിത്ത് റെഫറൻസ് ടു ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013 എക്സ്പ്ലെയിൻ ദ വാലിഡിറ്റി ഓഫ് ദ ചെയർമാൻസ് ഡിക്ലറേഷൻ. എടാ, SR പാസ്സാക്കുക എന്ന് പറയുന്നത് സെക്ഷൻ 114 പ്രകാരം. OR ആൻഡ് SRനെ പറ്റി പറയുന്നത് 114 ആണ്. മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ ആണ്. SR പാസ്സാക്കി എന്ന് പറയണം എന്നുണ്ടെങ്കിൽ 3 ടൈംസ് വോട്ട് ഫേവറബിൾ ആയിട്ട് വരണം, അല്ലെങ്കിൽ 3 ടൈംസ് വോട്ട്സ് ഇൻ ഫേവർ ദാൻ വോട്ട്സ് കാസ്റ്റ് അഗെയിൻസ്റ്റ്, അല്ലെങ്കിൽ 75% ഓഫ് ദ മെജോറിറ്റി എഗ്രി ചെയ്യണം. സോ ഇവിടെ 15 ആൾക്കാരെ സമ്മതിച്ചിട്ടുള്ളൂ. അത് ക്യാൻ വി സേ ദാറ്റ് ഇറ്റ് ഇസ് 3 ടൈംസ് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല, വി കനോട്ട് സേ 3 ടൈംസ്. സോ ചെയർമാൻ്റെ കണ്ടൻഷൻ അല്ലെങ്കിൽ വാലിഡിറ്റി ഓഫ് ദ ചെയർമാൻസ് ഡിക്ലറേഷൻ തെറ്റാണ്, കാരണം 3 ടൈംസ് വന്നിട്ടില്ല. ആ കമ്പ്യൂട്ടേഷൻ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കണം. ക്ലിയർ ആണോ? ഓക്കെ. 3/4 ഓഫ് ദ മെജോറിറ്റി കറക്റ്റ്. വന്നിട്ടില്ല. 15 പേരല്ലേ വോട്ട്സ് ഫേവറബിൾ ആയിട്ട് വന്നിട്ടുള്ളൂ. Okay, so according to section 100, എളുപ്പമല്ലടാ SRന് question. According to section 114, a resolution shall be a SR when the votes cast in favor of the resolution, whether on a show of hands or electronic mode or poll, as the case may be, അത് പ്രോക്സി ആകാം, പേഴ്സൺ ആകാം, പോസ്റ്റൽ ബാലറ്റ് ആകാം, എന്ത് വേണേലും ആയിക്കോട്ടെ, 3 times the number of votes if any cast against a resolution by the members. ഓവറാക്കിയാൽ മതി. SR പാസ്സാക്കുക എന്ന് പറയുമ്പോൾ അത് ഷോ ഓഫ് ഹാൻഡ്സ് വഴിയോ ഇലക്ട്രോണിക്കോ അല്ലെങ്കിൽ പോള് വഴിയോ എങ്ങനെ ആയിക്കോട്ടെ, ഇൻ പേഴ്സൺ ആകാം, പ്രോക്സി ആകാം, പോസ്റ്റൽ ബാലറ്റ് ആകാം, അത് പാസ്സാക്കുമ്പോൾ 3 times ഫേവറബിൾ വോട്ട് കിട്ടണം. അപ്പോൾ റിക്വസൈറ്റ് മെജോറിറ്റി വരണം. വോട്ട്സ് ഫേവറബിൾ ആയിട്ട് കമ്പയർ ചെയ്യണം. നമ്മൾ വോട്ട്സ് എത്ര പേര് എഗൻസ്റ്റ് ആയിട്ട് വന്നു. ആബ്സെൻറ്റീസിനെയും ഇൻവാലിഡ് വോട്ട്സും കൗണ്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ല 4 പേരിന് മറ്റേ വോട്ടേ ചെയ്തിട്ടില്ല, ചിലത് ഇൻവാലിഡ് ആയിപ്പോയി, അത് എടുക്കരുത്. ബാക്കിയുള്ളതിനെ ബേസ് ചെയ്ത് ബാക്കിയുള്ളതിനെ ടോട്ടൽ നമ്പറായിട്ട് കാണുക. അതിന് 3 times ഫേവറബിൾ ആയിട്ട് വരണം. 15 എന്ന് പറയുന്നത് 3 times ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചെയർമാൻ പറയുന്നത്
തെറ്റാണ്. അയാൾ പറഞ്ഞ കണ്ടൻഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വാലിഡിറ്റി ഓഫ് ദ ചെയർമാൻ ഇസ് നോട്ട് കറക്റ്റ്. സോ നമ്മൾ എടുക്കാൻ നേരത്ത് നമ്മുടെ ഒരു തരത്തിലും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുടെ ആ നമ്പർ കൂട്ടരുത്. അതുപോലെ വോട്ട് ചെയ്തു അത് ഇൻവാലിഡ് ആയി പോയി അതിനെയും കൂട്ടരുത്. എത്ര ഫേവറബിൾ വന്നു എത്ര എഗൻസ്റ്റ് ആയിട്ട് വന്നു അത് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. 115. ഓക്കെ, നെക്സ്റ്റ് ഫോറിൻ കമ്പനിയുടെയാണ്. കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. Namaste Limited, a foreign company having its Indian principal place of business at Ranchi, Jharkhand, is required to deliver various documents to ROC under the provisions of Companies Act. ഒരു ഫോറിൻ കമ്പനി ഇവിടെ തുടങ്ങാൻ നേരത്ത് കുറേ ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്യണം. എന്തൊക്കെയാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 380 പ്രകാരം ROC ഡൽഹിക്ക് അവർ കുറേ ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്യണം. ഇവിടെ അവരുടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്യണം വിതിൻ എ പീരീഡ് ഓഫ് 30 days. ആ പറയുന്ന ഡോക്യുമെന്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ ഒരു 1, 2, 3, 4 ആയിട്ട് എഴുതുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കുറച്ചധികം ഡോക്യുമെന്റ്സ് അവർ പറയുന്നില്ലേ, നമ്മുടെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, എപ്പോഴൊക്കെ ബിസിനസ് അവർ ഏതെങ്കിലും ബിസിനസ് നേരത്തെ തുടങ്ങിയിട്ട് അത് ക്ലോസ് ഡൗൺ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ കമ്പനി സെക്രട്ടറിയുടെ ഡീറ്റെയിൽസ്, ഇവിടെ അത് റിസീവ് ചെയ്യാനായിട്ട് അതോറിറ്റി ഉള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ്, ഇങ്ങനെയൊക്കെ നമ്മൾ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് പഠിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഒരു 5-6 എഴുതുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇവർ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ROCക്ക് 30 ഡേയ്സിനുള്ളിൽ ഫയൽ ചെയ്യണം. ഇത്രേ പറയുന്നുള്ളൂ. ROC ഡൽഹിക്കാണ് ഫയൽ ചെയ്യേണ്ടത്. ജസ്റ്റ് മെൻഷൻ 5 or 6 ഡോക്യുമെന്റ്സ്, ദാറ്റ് വുഡ് ബി മോർ കറക്റ്റ്. കാരണം ഈ ആൻസറോട് ഞാൻ അത്ര ഹാപ്പി അല്ല. സോ നമ്മളത് പഠിച്ചിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അവരുടെ മെമ്മോറാൻഡം, അവരുടെ എന്താണ് മെമ്മോറാൻഡം അല്ലെങ്കിൽ ചാർട്ടർ എന്നായിരിക്കും പറയാം. മെമ്മോറാൻഡം, ചാർട്ടർ, അവരുടെ കമ്പനി സെക്രട്ടറി, ആരാണ് ഇവിടെ ആ പറയുന്ന ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യാൻ അതോറിറ്റി ഉള്ള ആൾക്കാർ, അവരുടെ പ്രിൻസിപ്പൽ ബിസിനസ് എവിടാണ്, അവർക്ക് വേറെ ഏതെങ്കിലും ബ്രാഞ്ചസ് ഉണ്ടോ, നേരത്തെ എന്തെങ്കിലും ക്ലോസ് ഡൗൺ ചെയ്തിട്ട് ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ആൻസറിന്റെ ഭാഗമായിട്ട് എഴുതുന്നത് നല്ലതായിരിക്കും. അതിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് റെഫർ ദ മെറ്റീരിയൽ. അത് എഴുതുന്നതാണ് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഇത്. ഓക്കെ, നോട്ട് ചെയ്തോണം നിങ്ങളത്. ഈ ക്വസ്റ്റ്യൻ 6th 1 B കുറച്ചും കൂടെ എഴുതണം അതിനകത്ത്. ദിസ് ഇസ് നോട്ട് സഫിഷ്യൻറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്ക്രിപ്റ്റീവ്. List any 7 permissible clauses of capital account transaction. Finally, I saw the capital account transaction. Capital account transactionന്റെ 7 permissible clauses ഏതൊക്കെയാണ്? കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചേതാണെന്നറിയോ? കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനിൽ നിങ്ങൾ എഴുതാനായിട്ടാണ് പറഞ്ഞത്. ഇത്തവണ ചോദിച്ചേക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ. ഐ റിപ്പീറ്റഡ്ലി ടോൾഡ് യു, ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ പേഴ്സൺ റെസിഡന്റ് ഇൻ ഇന്ത്യ, ഓൾ ഓഫ് ദ ഡെഫിനിഷൻ, then come to current account transaction. Current account ആണ് മാറി ചോദിച്ചത്. So first capital, then residential status, and then you will come for the current account transaction. So capital account ചോദിച്ചിട്ടുണ്ട്. പെർമിസിബിൾ ഏതൊക്കെയാണ്? ദ ലിസ്റ്റ് ഓഫ് പെർമിസിബിൾ ട്രാൻസാക്ഷൻസ് ഓഫ് മെയ്ഡ് ബൈ പേഴ്സൺ റെസിഡന്റ് ഇൻ ഇന്ത്യ. ഒരു PRIയുടെ പെർമിസിബിൾ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ എ PRI ഇൻ ഫോറിൻ സെക്യൂരിറ്റി. ഫോറിൻ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അയാൾ, അവിടെ PRO ആയിരുന്ന സമയത്ത് പെർമിസിബിൾ ആണ്. ഫോറിൻ കറൻസി ലോൺസ് അയാൾ ഇന്ത്യയിൽ റേസ് ചെയ്തു, അബ്രോഡും റേസ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അയാളുടെ ഇമൂവബിൾ പ്രോപ്പർട്ടി അയാൾ വിൽക്കുന്നു, വിച്ച് ഇസ് ഔട്ട്സൈഡ് ഇന്ത്യ. അയാൾ PRO ആയി ഇരുന്ന സമയത്ത് മേടിച്ചതായിരിക്കും. അയാൾ ഇമൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാണ്, ഒരു കുഴപ്പമില്ല. അയാൾ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്, അതായത് PRI ആണ് ഗ്യാരണ്ടി കൊടുത്തേക്കുന്നത് ഒരു PROIക്ക് വേണ്ടിയിട്ട്, ഒരു കുഴപ്പമില്ല. എക്സ്പോർട്ട്, ഇമ്പോർട്ട് ആൻഡ് ഹോൾഡിംഗ് ഓഫ് കറൻസി നോട്ട്. അവർക്ക് എക്സ്പോർട്ട് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം, കറൻസി നോട്ട് പെർമിസിബിൾ ആണ്. ലോണോ ഓവർ ഡ്രാഫ്റ്റോ എടുത്തു ബൈ എ PRI ഫ്രം എ PROI. ഒരു പേഴ്സൺ റെസിഡന്റ് ഇന്ത്യ ഒരു PROI എടുത്തു, ലോണോ ഓവർ ഡ്രാഫ്റ്റോ എടുത്തു. ഇഷ്ടമുള്ള എടുത്താൽ ഞാൻ 2 കൂടെ പറയാമേ. ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു ഒരു PRI ഒരു പുറത്തുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്തു നിന്ന്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഫോറിൻ കറൻസി അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇന്ത്യയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഔട്ട്സൈഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു ബൈ എ PRI. ഇഷ്ടമുള്ളൊരു 7 എഴുതിയാൽ മതി. സില്ലി ക്വസ്റ്റ്യൻ. ഇത് ചോദിക്കാമോ? ഡെഫിനറ്റ്ലി യെസ്. കാരണം ഇതുപോലത്തെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനെ ബേസ് ചെയ്ത് ചോദിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 7 പെർമിസിബിൾ ട്രാൻസാക്ഷൻ ബൈ PRI ചോദിച്ചേക്കുന്നത്. സോ ഈസി. ഇനി അത് PROI ചോദിച്ചാലും കുഴപ്പമില്ല, പുറത്തെ കണ്ടെക്സ്റ്റിലും എഴുതി വെച്ചാൽ മതി. നോ പ്രോബ്ലം. ഇറ്റ്സ് സെയിം ആൻസർ ഉള്ളി. സ്വർണ്ണം പഠിച്ചാൽ മറ്റേത് ഫ്രീ. ഇറ്റ്സ് സെയിം തിങ് ഉള്ളി. പെർമിസിബിൾ ട്രാൻസാക്ഷനാണ് ചോദിച്ചേക്കുന്നത്. ഓർമ്മയുണ്ടോ? പെർമിസിബിൾ ട്രാൻസാക്ഷൻ ഒരു മോക്ക് ടെസ്റ്റ് പേപ്പർ നമ്മൾ സോൾവ് ചെയ്തതിൽ, വി ഹാവ് നോട്ട് ഡൺ MCQ, ഡിസ്കസ് ഒക്കെ ചെയ്തതിൽ ഏകദേശം നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഒരു കോൺഫിഡൻസ് ഇല്ലേ പേപ്പറിൽ? ജെന്യുവൻ ആയിട്ട് you are able to recollect the provisions and all. I did not find the MTP to be difficult at all. I did not even see a question that we have not sorted out in the class. എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് ചെയ്ത. I hope you remember it.
എളുപ്പമല്ലേ? അപ്പം നമ്മുടെ MCQ സീരീസിലൂടെ അങ്ങ് പോയാലോ? ഹൗ അബൌട്ട് സ്റ്റാർട്ടിങ് ദ MCQ? അതുകൂടെ കഴിഞ്ഞാൽ കഥം. ഓക്കെ, let us start. Like I always say, first question and then only the case. First one. The newly appointed CA firm Verma and Associates and retiring CA firm Agarwal Verma and Associates have common partners. അപ്പോൾ റിട്ടയർ എന്തോ 139 subsection 2 ആയിട്ടോ റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ആണ്. കോമൺ പാർട്ട്നേഴ്സ് ഉണ്ട്. ദാറ്റ് ഇസ് ദേവ് വർമ്മ ആൻഡ് മിയ വർമ്മ. വെദർ ദ അപ്പോയിൻമെന്റ് ഓഫ് വർമ്മ ആൻഡ് അസോസിയേറ്റ്സ് ഇൻ ദ ന്യൂ ലിമിറ്റഡ് ഇസ് വാലിഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013. സോ എന്തൊക്കെയോ റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കോമൺ പാർട്ട്നേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. കോമൺ പാർട്ട്നേഴ്സ് അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? What would have been the position if Dev Verma and Mia Verma are partners in Verma Associates? Again, എന്തോ സംതിങ് റിലേറ്റഡ് ടു റൊട്ടേഷൻ ആണ്. അവർ സ്റ്റിൽ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്? In the given case, Verma and Associates, due to some dispute with the management on some issues, resigned from the company. Choose the correct option in respect of filling up of this vacancy. So, casual vacancy വന്നിട്ടുണ്ട്. റെസിഗ്നേഷൻ അല്ലേ സംഭവിച്ചേക്കുന്നത്. Casual vacancy എങ്ങനെ ഫില്ലപ്പ് ചെയ്യും? ഫില്ലിംഗ് അപ്പ് ആണ്. AGM of new limited could not be held within the prescribed time limit. Choose a correct statement. So, AGM നടക്കാൻ വേണ്ടി AGM നടന്നിട്ടില്ല. So, AGM not conducted. So, something related to AGM. If new limited wants to shift its registered office from Maharashtra to Karnataka, Bangalore. So, change of registered office. Change of registered office. Nepati question on. So, these are the things that you have to go refer and see in the case scenario. So, common partners, rotation again. അതായത് രണ്ടും റൊട്ടേഷനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. കാഷ്വൽ വേക്കൻസി ഫില്ലപ്പ് ചെയ്യുന്നു. ഏജ് എത്തുന്ന സംഭവം. ചേഞ്ച് ഓഫ് രജിസ്റ്റർഡ് ഓഫീസ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കഥ. നമുക്ക് കഥ സ്റ്റാർട്ട് ചെയ്യാം. ന്യൂ ലിമിറ്റഡ് ലിസ്റ്റഡ് എൻറ്റിറ്റി ആണ്. ലിസ്റ്റഡ് എൻറ്റിറ്റി. സോ ഹിൻഡ് കിട്ടി. റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി ലിസ്റ്റഡ് എൻറ്റിറ്റിക്ക് ആപ്ലിക്കബിൾ ആണ്. ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തു ബോർഡ് മീറ്റിംഗിൽ. അപ്പോയിൻമെന്റ് ഓഫ് ഫെർമ ആൻഡ് അസോസിയേറ്റ്സ്. ചാർട്ടേഡ് അക്കൗണ്ടൻസിനാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് ഓഫ് എ കമ്പനി അവരുടെ അടുത്തുനിന്ന് റിട്ടേൺ കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ റെക്കമെൻഡേഷൻ ഏജ്യത്തിൽ വെക്കുന്നു. ഷെയർ ഹോൾഡേഴ്സ് പാസ്സാക്കുന്നു. അവരെ ഡ്യൂലി അപ്രൂവ് ചെയ്യുന്നു. വെർമ ആൻഡ് അസോസിയേറ്റ്സിനെ ചാർട്ടേഡ് അക്കൗണ്ട് ഓഡിറ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അപ്രൂവലിന് ശേഷം ന്യൂ ലിമിറ്റഡ് ഇൻഫോം ദ ഫേം ഓഫ് ദർ അപ്പോയിൻമെന്റ്. നോട്ടീസ് ഓഫ് അപ്പോയിൻമെന്റ് ROCക്ക് ഫയലും ചെയ്തു. വെർമ ആൻഡ് അസോസിയേറ്റ്സിനകത്ത് 3 പാർട്ട്നേഴ്സ് ഉണ്ട്. A വർമ്മ, B വർമ്മ ആൻഡ് C വർമ്മ. ഫേം സർവീസസ് എടുക്കുന്നുണ്ട് 2 ആൾക്കാർ എടുത്തുനിന്ന്. ഫേം സർവീസ് എടുക്കുന്നുണ്ട് ദേവ് വർമ്മ ആൻഡ് മിയ വർമ്മ, ഹു വർക്ക് ഓൺ എ കേസ് ടു കേസ് ബേസിസ് ആൻഡ് ആർ not on a fixed salary. അവർ ഫിക്സഡ് സാലറിയിലല്ല, കേസ് ടു കേസിന് മുകളിൽ അവർ വർക്ക് എടുക്കും. It is also informed prior to this appointment, Agarwal Verma and Associate was serving as a statutory auditor of New Limited. പണ്ടത്തേത് Agarwal Verma and Associates ആയിരുന്നു. This firm had 6 partners ആണ്. Shrey, Alam, Vishal, Vyom, Dev and Mia. Mia Verma, Dev, common members ഉണ്ടായിരുന്നു. So common members നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചെയ്യാം. Common partners are in both Verma and Agarwal. While working with the new Verma and Associates, അവർ സിവിയർ ഡിസഗ്രിമെന്റ്സ് ഫേസ് ചെയ്യുന്നു. മാനേജ്മെന്റ് കുറേ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് മാറ്റേഴ്സിൽ അവർ തമ്മിൽ ഡിസഗ്രിമെന്റ് ആയി. അപ്പോൾ അതിന് അത്രയും ഡിസ്പ്യൂട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഫേം തീരുമാനിക്കുകയാണ് ഇവന്മാരെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററായിട്ട് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. മീൻ വൈൽ ന്യൂ ലിമിറ്റഡിന് AGM വിളിച്ചു കൂട്ടുന്നു. പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ എൻഷുറിംഗ് കംപ്ലയിൻസ് വിത്ത് ലീഗൽ പ്രൊവിഷൻസ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ആ കോൺഫ്ലിക്റ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുതിയ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അഡീഷണലി ന്യൂ ലിമിറ്റഡ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു അവർ രജിസ്റ്റർഡ് ഓഫീസ് മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് ഓപ്പറേഷണൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട്. അതിനുവേണ്ടി അവർ പാസ്സാക്കിയത് ബോർഡ് റെസൊല്യൂഷനാണ്. അപ്പോൾ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് ബോർഡ് റെസൊല്യൂഷൻ അല്ല, ഡെഫിനറ്റ്ലി SR ആണ്. ചേഞ്ച് ആൻഡ് ലേറ്റർ ഒബ്റ്റെയിൻ ഷെയർ ഹോൾഡർ അപ്രൂവൽ. അതിനുശേഷം അവർ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവലും ചെയ്തു. ഡ്യൂ ടു എൻ ഓവർസൈറ്റ്, ഫില്ലിംഗ് ഓഫ് നോട്ടീസ് ഓഫ് ചേഞ്ച് ഓഫ് രജിസ്റ്റർഡ് ഓഫീസ് വിത്ത് ROC വാസ് ഡിലേഡ്. ആ രജിസ്റ്റർഡ് ഓഫീസ് മാറ്റിയ കാര്യം ROCനെ അറിയിച്ചിട്ടില്ല. ആസ് എ റിസൾട്ട് സെവറൽ ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ, റെഗുലേറ്ററി നോട്ടീസ് ഇതെല്ലാം
ബാധിച്ചോ? രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റുമ്പോൾ നമ്മൾ അറിയിക്കേണ്ടേ ROCനെ, അത് അവർ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ ഇൻഫർമേഷൻ പ്രകാരം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആൻസർ ചെയ്യാനാണ് പറയുന്നത്. 2 marks ആണ് ക്വസ്റ്റൻ. ഓക്കെ, സോ 2 into 5 10 marks. ഓക്കെ, ദ ന്യൂലി അപ്പോയിന്റഡ് CA firm, അതായത് വെർമ ആൻഡ് അസോസിയേറ്റ്സ്, റിട്ടയറിംഗ് ഫേം ആയിട്ടുള്ള അഗർവാൾ, പണ്ട് അഗർവാൾ ആയിരുന്നല്ലോ, ഡിസ്പ്യൂട്ട് കാരണമല്ലേ അവന്മാർ അടിച്ച് പിരിഞ്ഞു പോയത്. കോമൺ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നല്ലോ, ദേവ് വർമ്മയും മിയ വർമ്മയും. അപ്പോയിന്റ്മെന്റ് ഓഫ് വെർമ ആൻഡ് അസോസിയേറ്റ്സ് ന്യൂ ലിമിറ്റഡ് ഇസ് വാലിഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. വാലിഡ് ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. It is not valid. Dev Verma and Mia Verma were working on case-to-case basis and are not partners, hence appointment. Correct ആണ്. കാരണം എന്താണെന്നറിയോ, അവർ വളരെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അവർ പാർട്ട്നേഴ്സ് ആണെന്ന് പറയുന്നില്ല. ദിസ് ഇസ് എ പാരഗ്രാഫ്. ഇത് എന്നോട് 1-2 ക്വസ്റ്റ്യൻസ് കുട്ടികൾ ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാനിതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. വെർമ ആൻഡ് അസോസിയേറ്റ്സിന് 3 പാർട്ട്നേഴ്സാണ്, A, B and C. ഫേമിന് സർവീസസ് എടുക്കുന്നുണ്ട് 2 ആൾക്കാരുടെ അടുത്തുനിന്ന്. അക്ഷരം ശ്രദ്ധിക്കൂ, 2 ആൾക്കാരുടെ അടുത്തുനിന്ന്, 2 പാർട്ട്നേഴ്സ് നല്ല പറയുന്നത്. സോ ദേവ് വർമ്മ ആൻഡ് വിയർ വർമ്മ ഹു വർക്ക് ഓൺ എ കേസ് ടു കേസ് ബേസിസ് ആൻഡ് ആർ നോട്ട് ഓൺ എ ഫിക്സഡ് സാലറി. സോ അതുകൊണ്ട് തന്നെ അവർ അപ്പോയിന്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. എക്സ്പെൽ ചെയ്യണം എന്ന് പറയുന്ന തെറ്റ്, ഷുഡ് എക്സ്പെൽ ചെയ്യണം എന്ന് പറയുന്ന തെറ്റ്, ഇതാണ് കറക്റ്റ് ആൻസർ. അവർ കേസ് ടു കേസ് ബേസിസിൽ മാത്രം അപ്പോയിന്റ് ചെയ്യപ്പെടുന്നതാണ്. നല്ലൊരു MCQ, ഐ ലൈക്ക് ദിറ്റ്. ഇത് കാരണം അത് കോമൺ പാർട്ട്ണർ ആണെന്ന് വിചാരിച്ചാൽ അത് ഇൻവാലിഡ് ആയി പോകും. What would have been the position if Dev Verma and Mia Verma were partners? അവർ പാർട്ട്നേഴ്സ് ആയിരുന്നെങ്കിൽ എന്തായേനെ എന്നാണ് ചോദ്യം. പൊസിഷൻ വിൽ റിമെയിൻ ദ സെയിം, തെറ്റാണ്. There will be no change, Verma and associate may continue, തെറ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the appointment of Verma and associates would not have been in terms. അങ്ങനെയാണെങ്കിൽ ശരിയാക്കും. കോമൺ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ലിസ്റ്റഡ് കമ്പനി അല്ലേ. കോമൺ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നോ, അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഇസ് എ കറക്റ്റ് ആൻസർ. ദിസ് ഇസ് എ കറക്റ്റ് ആൻസർ. തെറ്റാണ്. ഇനി അടുത്ത കാഷ്വൽ വേക്കൻസി ഫില്ലപ്പ് ചെയ്യുന്നതാണ്. ഇൻ ദ ഗിവൺ കേസ് വെർമ ആൻഡ് അസോസിയേറ്റ് ഡ്യൂ ടു സം ഡിസ്പ്യൂട്ട് അവർ റിസൈൻ ചെയ്ത് പോയിട്ടുണ്ട്. ഓഡിറ്റേഴ്സ് റിസൈൻ ചെയ്ത് പോയി. ചൂസ് എ കറക്റ്റ് ഓപ്ഷൻ ടു ഫിൽ അപ്പ് ദ വേക്കൻസി. വെർമ ആൻഡ് അസോസിയേറ്റ്സ് കനോട്ട് റിസൈൻ ആൻഡ് ഹാസ് ടു ഹോൾഡ് ദ ഓഫീസ് ടിൽ ദ കൺക്ലൂഷൻ. റിസൈൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കുറച്ച് അത്യാഗ്രഹമല്ലേ, തെറ്റാണ്. റെസിഗ്നേഷൻ ഇസ് ടെൻഡേർഡ് ബൈ ദ ഓഡിറ്റർ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷെൽ അപ്പോയിന്റ് ദ ന്യൂ ഓഡിറ്റർ വിത്തിൻ 30 days. സച്ച് അപ്പോയിന്റ്മെന്റ് ഷെൽ ഓൾസോ ബി അപ്രൂവ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ജനറൽ മീറ്റിംഗ്. നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിനകത്ത് വേക്കൻസി ഫില്ലപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ ബോർഡ് 30 days ഫില്ലപ്പ് ചെയ്യുക. വിതിൻ എ പീരീഡ് ഓഫ് 3 months ഷെയർ ഹോൾഡേഴ്സ് റാറ്റിഫൈ ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് എ കറക്റ്റ് ആൻസർ. ബാക്കി വായിച്ചു പോലും നോക്കണ്ട. ദിസ് ഇസ് എ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ റാറ്റിഫൈ ചെയ്യണം. സോ 4th one ഏജിത്തിനെ ബേസ് ചെയ്തിട്ടാണ്. AGM ഓഫ് ന്യൂ ലിമിറ്റഡ് കുഡ് നോട്ട് ബി ഹെൽഡ് indefinitely until the internal AGM of new limited could not be held within the prescribed time. Prescribed time ഉള്ളവർക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ചൂസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ദ കമ്പനി ക്യാൻ പോസ്റ്റ്പോൺ ദ AGM indefinitely. ഇൻഡെഫിനറ്റ് ആയിട്ട് AGM മറ്റവർക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റുമോ? തെറ്റ്. ദ കമ്പനി ക്യാൻ അപ്ലൈ ടു ദ ROC ഫോർ an extension and ROC can grant for a period of not exceeding 3 months. കറക്റ്റ് അല്ലേ? നമുക്ക് ഫസ്റ്റ് AGM ഒഴികെ സബ്സിക്വന്റ് AGM വരാൻ നേരത്തെ എത്ര മാസത്തെ എക്സ്റ്റൻഷൻ ചോദിക്കാം? 3 months. ഒറ്റയടിക്ക് കൊടുക്കണമെങ്കിൽ ഒറ്റയടിക്ക് 3 months കൊടുക്കാം. സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. 3 months തന്നെ കൊടുക്കണമെന്നില്ല. അപ് ടു 3 months വരെ അവർക്ക് എക്സ്റ്റൻഷൻ മേടിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് സെക്ഷൻ 96-നകത്ത്. സോ കറക്റ്റ് ആൻസർ ഇസ് അഗെയിൻ B ഇസ് എ കറക്റ്റ് ആൻസർ. മറ്റൊന്നും വായിക്കേണ്ട. NFRA തെറ്റ്. വിഡ്രോ തെറ്റ്. നമ്മൾ പഠിച്ചാലേ ഫസ്റ്റ് AGM നമുക്ക് മറ്റേ ഇതില്ല, എക്സ്റ്റൻഷൻ ഇല്ല. സബ്സിക്വന്റ് AGM നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. അപ് ടു 3 months വരെ നമുക്ക് പറ്റും. നമ്മൾ പഠിച്ചൊരു സംഭവമാണ്. അടുത്ത ലാസ്റ്റ് ഓഫ് ദിസ് കേസ് സിനാരിയോ 1, ഇഫ് ന്യൂ ലിമിറ്റഡ് വാണ്ട്സ് ടു ഷിഫ്റ്റ് ഇറ്റ്സ് രജിസ്റ്റർഡ് ഓഫീസ് ഫ്രം മഹാരാഷ്ട്ര ടു കർണാടക. ഇത് ബോർഡിന് അപ്രൂവൽ അല്ല. എടാ, ഫ്രം 1 city ടു അനദർ സിറ്റി ആണെങ്കിൽ ഓക്കെ. ഇത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലോട്ട് പോകാൻ നേരത്തെ നമ്മൾ ഏത് റെസൊല്യൂഷനാണ് പാസ്സാക്കേണ്ടത്? SR ആണ് പാസ്സാക്കേണ്ടത്. സോ സെക്കൻഡ് വൺ ഇസ് എ കറക്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് വൺ. ഇവിടെ കോപ്പി ഓഫ് ബോർഡ്സ് റെസൊല്യൂഷൻ തെറ്റാണ്. വിച്ച് ഇസ് എ കറക്റ്റ് വൺ? B ഇസ് എ കറക്റ്റ് വൺ. ഇത് ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത് ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് നോക്കിയിട്ട് ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കേസ് വായിക്കുമ്പം കുറച്ച് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ലെറ്റ് മീ നോ. ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ? ഓക്കെ ആണോ? Okay, going for the next case scenario. അടുത്തതിനകത്ത് അവർ again on what basis did ROC direct Studies LLP to change its name? So LLPയുടെ ചേഞ്ച് ഓഫ് നെയിമിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സാധനമാണ്, എന്തോ പറഞ്ഞിട്ടുണ്ട്.
ROC എന്തോ പറഞ്ഞിട്ടുണ്ട്. If LLP fails to comply with the registrar's directive to change the name, what action can be taken by ROC? Change of name again LLP തന്നെ. പേര് മാറ്റിയിട്ടില്ലെങ്കിലുള്ള കോൺസിക്വൻസസ് ആണ്. Vimal resigned as a partner with effect from 22nd July 2024, but the LLP did not inform the ROC. So resignation of partner of LLP. അല്ലേ? അതെ, resignation of partner of LLP not intimated to ROC. അപ്പോൾ ഈ 3 കാര്യമാണ് നമ്മളിവിടെ വായിക്കേണ്ടത്. സ്റ്റഡീസ് LLP വാസ് ഇൻകോർപ്പറേറ്റഡ് 15th April. ഇവർ 4 പേരുമാണ് പാർട്ട്നേഴ്സ്. പ്രേമും പ്രമോദും ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആണ്. അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതൊന്നും നമുക്ക് വേണ്ടല്ലോ, ചേഞ്ച് ഓഫ് നെയിമിനെ ബേസ് ചെയ്തിട്ടല്ലേ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. അവർ ഈ കഥയൊക്കെ വെറുതെ തന്നേക്കാണ്. ഹൗ എവർ ഓൺ 30th April ഒരു ഇൻഡിവിജ്വൽ നെയിംഡ് സമുദ്ര ഫൈൽഡ് ആൻ ആപ്ലിക്കേഷൻ വിത്ത് ROC of LLP claiming he owned a registered trademark under the name Study Masters which had been registered before 15th April 2024. He requested Studies LLP change its name as it's closely resembling the registered trademark. Registered trademark owner പോയി പറയാണ് ഞങ്ങളുടെ പേര് കോപ്പി അടിച്ചിട്ടുണ്ട്, സോ ഈ പേര് മാറ്റണം. ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷന് ശേഷം ROCക്ക് മനസ്സിലായി സമുദ്രയുടെ ക്ലെയിം ശരിയാണ്. ഡയറക്റ്റീവ് കൊടുത്തു സ്റ്റഡീസ് LLPയോട്, എന്നിട്ട് പേര് മാറ്റാൻ വേണ്ടി പറഞ്ഞു. ഒഫീഷ്യൽ നോട്ടീസ് 5th May 2024 വന്നു. പോസ്റ്റ് വഴിയാണ് അയച്ചത്. ഈ പോസ്റ്റൽ ഡിലേ കാരണം LLPക്ക് നോട്ടീസ് കിട്ടിയത് 10th May 2024 ഡിസ്പൈറ്റ് ദ ഡയറക്റ്റീവ് സ്റ്റഡീസ് LLP ആ നോട്ടീസ് ഇഗ്നോർ ചെയ്യുന്നു. എന്നിട്ട് ദേ ആർ കണ്ടിന്യൂയിങ് ദ ഓപ്പറേഷൻ. പേര് മാറ്റാൻ അവർ ഉദ്ദേശിച്ചിട്ടില്ല. 16th August 2023 ROC സിയോമോട്ടോ അസൈൻ ചെയ്തു LLPക്ക് സ്വന്തമായിട്ടൊരു പേര്. അവർ തന്നെ ഡിസൈഡ് ചെയ്തു സാഹിത്യ മാസ്റ്റർ മൈൻഡ്സ് LLP എന്ന് പറഞ്ഞോട്ട്. എന്നിട്ട് ROCയുടെ അടുത്ത് അവരുടെ പുതിയ പേര്, ROC അലോട്ട് ചെയ്ത പേര് അങ്ങോട്ട് എൻട്രി ചെയ്തു. എന്നിട്ട് ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ അവർക്ക് ഇഷ്യൂ ചെയ്തു. പാർട്ട്നേഴ്സ് കംഫർട്ടബിൾ അല്ലായിരുന്നു പുതിയ പേര് കാരണം. അപ്പോൾ അവരവരുടെ പേര് മാറ്റാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അഡീഷണലി 20th June 2024 ആയപ്പോൾ വിമൽ ഒരു റിട്ടൺ നോട്ടീസ് LLPക്ക് കൊടുത്തിട്ട് പറയാണ് ഇനി എനിക്ക് ഇവിടെ പാർട്ട്ണറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. 22nd July 2024 തൊട്ട് നൈദർ വിമൽ നോർ LLP പാർട്ട്ണറും അറിയിക്കുന്നില്ല, LLPയും അറിയിക്കുന്നില്ല ROCനെ അവരുടെ റെസിഗ്നേഷനെ പറ്റി ഇൻറ്റിമേഷൻ പോകുന്നില്ല. ഓൺ ദ ബേസിസ് ഓഫ് ദ എബോവ് ഫാക്ട്സ് ആൻഡ് by applying applicable provisions of the LLP Act and applicable rules, choose a correct answer. അപ്പോൾ on what basis did ROC direct Studies LLP to change the name? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? The name of designated partners of both LLP were identical. തെറ്റ്. LLPയുടെ നെയിം ക്ലോസ്ലി റിസെമ്പിൾ ചെയ്തില്ല രജിസ്റ്റർഡ് ട്രേഡ് മാർക്ക്. ശരി. LLP failed to register the name properly. തെറ്റ്. fraudulent activity. തെറ്റ്. വേറൊരു രജിസ്റ്റർഡ് ട്രേഡ് മാർക്കായിട്ട് റിസെമ്പിൾ ചെയ്തു. വെരി ഈസി ക്വസ്റ്റ്യൻ. അടുത്തത്, ഇഫ് എൻ LLP fails to comply with the registrar's directive to change the name, what action can the registrar take? Impose a penalty but allow the LLP to continue using the same name. തെറ്റ്. സിയോമോട്ടോ allowed a new name and issue a fresh certificate. ശരിയാണ്. LLPയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽഡ് ആവത്തില്ല, കണ്ടിന്യൂയിങ് ദ ഓപ്പറേഷൻസ് അല്ല. അതായത് ഡിറക്ഷൻസ് കൊടുത്തിട്ടും അവന് പേര് മാറ്റാനായിട്ട് ഉദ്ദേശമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പ്രൊവിഷൻ പഠിച്ചിട്ടുണ്ട്. ഒരു പേര് അങ്ങ് അലോട്ട് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ഇതായിരിക്കും നിന്റെ പേര്, പുതിയ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കൊടുക്കും. അവന് സമയം കൊടുത്തിട്ടില്ലേ? അതായത് നമുക്ക് ഡിറക്ഷൻ കിട്ടി 3 monthsനുള്ളിൽ നമ്മൾ പേര് മാറ്റണം എന്നാണ്. 3 monthsനുള്ളിൽ പേര് മാറ്റിയിട്ടില്ലെങ്കിൽ സിയോമോട്ടോ ഒരു പേര് അലോട്ട് ചെയ്ത് കൊടുക്കും. ഇനി ആ പേര് മാറ്റണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പേര് മാറ്റാം. അടുത്തത് 8th one. വിമൽ റിസൈൻഡ് ആസ് എ പാർട്ട്ണർ വിത്ത് ഇഫക്ട് ഫ്രം 22nd July. LLPയും അറിയിച്ചില്ല, ROCയും അറിയിച്ചില്ല. എന്താണ്? ഹൂ ഇസ് ലീഗലി റെസ്പോൺസിബിൾ ഫോർ അപ്ഡേറ്റിംഗ് ROC അബൌട്ട് ദ റെസിഗ്നേഷൻ? LLPയും വിമലും രണ്ടുപേരും റെസ്പോൺസിബിളാണ്. ഇതെറ്റ് നോ വൺ ഇസ് തെറ്റ്. രണ്ടുപേരും റെസ്പോൺസിബിൾ. LLPയും റെസ്പോൺസിബിൾ ആണ്, വിമലും റെസ്പോൺസിബിൾ. രണ്ടുപേരും ROC അറിയിക്കണം. മറ്റേ ഒരാൾ റിസൈൻ ചെയ്ത് പോകുമ്പം അത് LLPയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, റിസൈൻ ചെയ്ത് പോകുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, LLPയുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ ആണോ? ദിസ് വാസ് ടു സിമ്പിൾ റൈറ്റ്? കുറച്ചധികം സിമ്പിളായോ എന്നൊരു സംശയം. LLPയുടെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. ഇത് ഒന്ന് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യോ. ദിസ് ഇസ് സംതിങ് ഐ റിയലി ലൈക്ഡ് ബിക്കോസ് ഇറ്റ് ഇസ് ഫെമ. ഫെമേനെ ബേസ് ചെയ്ത് മാത്രം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടുമല്ലേ. ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് റിപ്പീറ്റ് ചെയ്തേക്കാം. ക്യാൻ യു മാർക്ക് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്? ക്വസ്റ്റ്യൻ വായിക്കാം. അണ്ടർ ഫെമ വാട്ട് വുഡ് ബി മിസ്റ്റർ അരുൺ കുമാർസ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്? സോ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മുടെ VRI, VROI അതാണ് ക്വസ്റ്റ്യൻ. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്.
Which of the following transaction by Mr. Kumar requires prior approval of RBI? So RBI approval വേണ്ടത് ഏതാണ്? ഏതോ current account transaction ആണ്. Whether Mr. Kumar's remittance of USD 40,000 for his daughter's higher education from a recognized university permissible. So permissible transaction ആണോ എന്ന് identify. Good question. Liked it. Mr. Arun Kumar ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ബാംഗ്ലൂരിൽ US ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഫോർ ദ പാസ്റ്റ് 4 years ആണ്. ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, April 2023 he returned to India to establish ഒരു US ബേസ്ഡ് ടെക്നോളജി കമ്പനിയിലാട്ടോ വർക്ക് ചെയ്യുന്നത്, സിലിക്കോൺ വാലിയിലാണ്. അപ്പോൾ ഇൻഫർമേഷൻസ് തെറ്റരുതേ. പാസ്റ്റ് 4 years, April 2023 അയാൾ ഇന്ത്യയിൽ വരുന്നു ഒരു ടെക്നോളജി സ്റ്റാർട്ടപ്പിന് വേണ്ടി. ബിസിനസ് വൊക്കേഷൻ ഗ്ലോബൽ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് പേര്. ഹി മെയിൻറ്റെയിൻ ഹിസ് ഫോറിൻ കറൻസി അക്കൗണ്ട്സ് ഇൻ USA, അത് അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അയാളുടെ ഏർണിങ്സ് ആ പ്രീവിയസ് എംപ്ലോയ്മെന്റിൽ നിന്ന് അവിടെ വരാൻ വേണ്ടിയിട്ട് അയാളുടെ വൈഫ് US തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ്. 2023 മിസ്റ്റർ കുമാർ എന്ന് പറയുന്നത് സെവറൽ ട്രാൻസാക്ഷൻസ് അണ്ടർടേക്ക് ചെയ്തു. $2 lakh US സേവിങ്സ് അക്കൗണ്ട്സിലോട്ട് വന്നു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട്. $75,000 ബ്രദർ ഇൻ ഇന്ത്യക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഗിഫ്റ്റ് ചെയ്തു. ഇമ്പോർട്ട് ചെയ്തു സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ എക്വിപ്മെന്റ് വർത്ത് $150,000. ഒരു സിംഗപ്പൂർ ബേസ്ഡ് സപ്ലയറിൻ്റെ അടുത്തുനിന്ന് 3 month ക്രെഡിറ്റിനാണ് മേടിച്ചത്. അയാളുടെ വൈഫ് US ബേസ്ഡ് ആയിട്ടുള്ള വൈഫിൻ്റെ അടുത്തുനിന്ന് റെമിറ്റ് ചെയ്തു $50,000 ഡോട്ടറിൻ്റെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. ഗ്ലോബൽ വെഞ്ചേഴ്സ് സെറ്റപ്പ് ചെയ്തു ഒരു ബ്രാഞ്ച് ഓഫീസ് ഇൻ സിംഗപ്പൂർ October 2023 ഫുള്ളി കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ് ഫ്രം ഇറ്റ്സ് ബാംഗ്ലൂർ ഹെഡ് ക്വാർട്ടേഴ്സ്. സോ പുറത്താണ് a branch office agency outside India owned or controlled by a person resident in India. നമ്മൾ പഠിച്ചിട്ടുണ്ട് മറ്റേ definition of person resident in India. The company plans to raise foreign currency loan, explore various overseas opportunity. പല overseas opportunityക്ക് വേണ്ടിയിട്ട് ലോൺസ് റേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. On the basis of the above facts and applying applicable provisions of FEMA, answer the multiple choice question. Under FEMA, what would be Mr. Kumar's residential status for 23-24? At 23-24 ഓർത്തോണം, നമ്മൾ എപ്പോഴും preceding financial yearലാണ് നോക്കുക. It's so easy. April 2023 ചേട്ടൻ ഇവിടെ വന്നില്ലേ? അതെന്തിനാണ് വന്നത്? ഒരു ടെക്നോളജി സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടല്ലേ? ഒരു ബിസിനസ് വൊക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടല്ലേ? അപ്പം എന്തായി മാറി? PRI ആയിട്ട് മാറിയില്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞ ഓർമ്മയുണ്ടോ? 3 പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യയിലോട്ട് വരുന്നു. എംപ്ലോയ്മെന്റ്, ബിസിനസ്, വൊക്കേഷന്, അൺസർട്ടൻ പീരിയഡ്. ദ മൊമെന്റ് ഹി കംസ് ടു ഇന്ത്യ, ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ഡേ ഹി വിൽ ബി കൺസിഡർഡ് ആസ് എ പേഴ്സൺ റെസിഡന്റ് ഇൻ ഇന്ത്യ. ഓർമ്മയുണ്ടോ അത്? അവിടെ 182 days ഒന്നും നോക്കരുത്. പുറത്തുള്ള US ചേട്ടൻ ഇവിടെ വന്നു ഫോർ എനി ഓഫ് ദ 3 purposes. ഫ്രം ദാറ്റ് ഡേ ഇവിടെ വന്നു, അത് സ്റ്റാർട്ട് ചെയ്യുന്നു, ആ ദിവസം തൊട്ട് ഈസ് ട്രീറ്റഡ് ആസ് എ PRI. ഓർമ്മയുണ്ടോ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. Which of the following transaction by Mr. Kumar requires prior approval of RBI? Receiving $2 lakh from his own foreign account, വേണ്ട. Gift of $75,000 to his brother, വേണ്ടേ? വേണം. Import of equipment, വേണ്ട. Setting up a branch office in Singapore, വേണ്ട. That was too simple. 10th one. 11th one, whether Mr. Kumar's remittance of $40,000 for his daughter's higher education from a recognized university permissible. അത് പെർമിസിബിൾ ആണോ എന്നാണ് ചോദ്യം. യെസ്, ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി പെർമിസിബിൾ. പിന്നെന്താ, കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഹയർ സ്റ്റഡീസിന് വേണ്ടി കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ലിമിറ്റ് ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ ദ ലിമിറ്റ്? ആർക്കെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാൻ പറ്റുമോ? ആ ലിമിറ്റിൽ എക്സീഡ് ചെയ്യുവാണെങ്കിൽ RBIയുടെ അപ്രൂവൽ വേണം. ആ ലിമിറ്റ് വരെയാണെങ്കിൽ വേണ്ട. റിക്കളക്ട് ചെയ്യാൻ പറ്റുമോ? FEMA ഇഷ്ടപ്പെട്ട പിള്ളേരെ പറയൂ. വെരി ഗുഡ്. $250,000. വെരി ഗുഡ്. $250,000 വരെ കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അതിൽ എക്സീഡ് ചെയ്താൽ മാത്രം അപ്രൂവൽ എടുക്കുക. കറക്റ്റാ. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മുടെ ഇൻഡിപെൻഡന്റ് ക്വസ്റ്റ്യൻ ആണ്. A Limited made a public issue of debentures. Public issue of debentures നടത്തുന്നു. Articles of the company authorize ചെയ്തു പേയ്മെന്റ് ഓഫ് അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ. തൊട്ട് മുന്നേ പറഞ്ഞുള്ളൂ അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 2% of the issue price. The company has negotiated with the
proposed underwriters, Sun Brokers, and has finalized a rate of 2.25%, the amount that company is eligible to pay as underwriting commission. എൻ്റെ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ആർട്ടിക്കിൾസിൽ പറയുന്ന റേറ്റോ അല്ലെങ്കിൽ 2.5%, വിച്ച് എവർ ഇസ് ഹയർ ആണോ വിച്ച് എവർ ഇസ് ലോവർ ആണോ, ഹയർ ഓർ ലോവർ എന്നൊന്ന് ചാറ്റ് ബോക്സിൽ എഴുതാവോ. ഹയർ ആണോ ലോവർ ആണോ, ആ കൺഫ്യൂഷൻ അങ്ങ് കളയാൻ വേണ്ടിയിട്ടാണ്. ആൻസർ പറയാം. ഡിബഞ്ചർ ആണെങ്കിൽ 2.5%, ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ 5%, or the rate specified by the articles, whichever is പറയൂ. വെരി ഗുഡ്. ഗെസ് ആണോ ഉള്ളതാണോ? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏത് വരണം? ആർട്ടിക്കിൾസ് പറയുന്നത് 2%, കമ്പനി നെഗോഷിയേറ്റ് ചെയ്തത് 2.25%, ആക്ട് പറയുന്നത് 2.5%, ഓർ ദ റേറ്റ് സ്പെസിഫൈഡ് ബൈ ദി ആർട്ടിക്കിൾസ് വിച്ച് എവർ ഇസ് ലോവർ. കൺഫേം ലോവർ. കുട്ടികൾ അവിടെ നമ്മൾ എപ്പോഴും ഹയർ അല്ലേ പഠിക്കണേ. സോ സ്റ്റുഡൻസ് ഓൾവേസ് തിങ്ക് ഇറ്റ്സ് ഹയർ. എടാ ഓർത്തോണം, മറന്നുപോലെ അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ ഇല്ലേ, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ അത് ഡിബെഞ്ചർ ആണെന്നുണ്ടെങ്കിൽ 2.5, ഷെയർ ആണെന്നുണ്ടെങ്കിൽ 5. ഇതോ അല്ലെങ്കിൽ AOAയിൽ പറയുന്ന റേറ്റോ വിച്ച് എവർ ഇസ് ലോവർ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ലോവർ, AOAയിൽ പറഞ്ഞേക്കുന്ന 2 അല്ലേ, 2.5 വരെ ആക്ട് പ്രകാരം പോകും, അവർ 2.25 പറഞ്ഞു. സോ ഇവിടെ ഏതാ നോക്കണേ, ലോവർ 2 അല്ലേ. സോ ദ ആൻസർ ഇസ് ബി. സിമ്പിൾ അല്ലേ. അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കുറേ ക്വസ്റ്റ്യൻ കണ്ട് ഓർക്കുന്നില്ലേ, ലോവർ ആണ്. ABC Limited has received application money of rupees 2 lakh equity shares of 10 each on 10th October 2024 from the applicants who applied for allotment of shares in response to a private placement offer of security. Private placement വേണ്ടിയിട്ടുള്ള പൈസ കിട്ടുന്നു. Select the latest date by the company must allot the shares against the application money so received. ഓർക്കുന്നുണ്ടോ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എത്ര ദിവസത്തിനുള്ളിലാണ് അലോട്ട് ചെയ്യുന്നതെന്ന്? സെക്ഷൻ 42 ഓർമ്മയുണ്ടോ? പറയൂ. 60-30 ഏതാ? ഡീറ്റെയിൽ ഒന്ന് പറയോ? പറ. 60 ആണോ 30 ആണോ? 60 ആണ്, തെറ്റിക്കരുത്. സോ ആൻസർ എന്തായി മാറും? 9th December. 60 ആട്ടോ, എനിക്ക് ഉറപ്പായിരുന്നു 30 വരും. 60 days. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണെങ്കിൽ അലോട്ട്മെന്റ് മസ്റ്റ് ബി ഡൺ വിത്തിൻ എ പീരീഡ് ഓഫ് 60 days. ഇനി തെറ്റിക്കൂലല്ലോ പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ഒരു തവണ തെറ്റിക്കണം. ഈ ചാപ്റ്റർ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവണില്ല അല്ലേ സിദ്ധാർത്ഥെ? ഇറ്റ്സ് 9th December, 10th October, സോ 9th December, 60 days. 14 എല്ലാവരോടും കൂടിയാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്, 60 days. 14th one, ABC Limited operates a factory near a river. Recent Central Act mandates that factory must be located at least 3 kilometers away from any river. ABC Limited ഒരു കമ്പനിയാണ്, ഒരു റിവറിൻ്റെ അടുത്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു സെൻട്രൽ ആക്ടിനകത്ത് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് പറയുന്നു 3 kilometers away from the river നിങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ പാടുള്ളൂ. An environmental agency claims that ABC Limited's factory is only 2.5 kilometers away. ഒരു environmental agency പറയണം ആകെ 2.5 kilometers ആണ് ദൂരെ. So ABC Limited argues the distance is 4 kilometers. ABC പറയാണ് 4 kilometers ഉണ്ട്. Based on the road distance along a winding path leading to the river. As per the General Clause Act, how should the distance be measured? ഭയങ്കര സിമ്പിൾ, ഭയങ്കര ടു സിമ്പിൾ. ഓർമ്മയുണ്ടായിരുന്നോ എങ്ങനെയാണത് ചെയ്തുകൊണ്ടിരുന്നത്? ഹൊറിസോണ്ടൽ പ്ലെയിൻ, സ്ട്രെയിറ്റ് ലൈൻ. ബാക്കി ഓപ്ഷൻ വായിക്കുക പോലും വേണ്ട. ഹൊറിസോണ്ടൽ പ്ലെയിൻ, സ്ട്രെയിറ്റ് ലൈൻ. നമ്മളിങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് വർക്ക് ബുക്കിൽ. നമ്മുടെ ഒരു
മലയുടെ പൊക്കത്തായിരുന്നു വീട്, അവിടുന്ന് വഴി ഇങ്ങനെ അളക്കുന്ന സമയത്ത് എങ്ങനെ അളക്കണം എന്നൊരു സംഭവം. സോ ഡിസ്റ്റൻസ് എപ്പോഴും മെഷർ ചെയ്യാൻ നേരത്ത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ പാടുള്ളൂ. വേറെ ഓപ്ഷൻ നോക്കണ്ട. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Last question, last multiple choice. Mr. Mukia owned a land with 15 neem trees. He sold his land and timber. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റൻ ആണ്. ലാൻഡും വിൽക്കുന്നു, ടിമ്പറും വിൽക്കുന്നു. ടിമ്പർ എന്ന് പറയുമ്പോൾ തടി വിറ്റു, അതായത് ട്രീ വെട്ടി തടിയാണ് വിൽക്കുന്നത്. ടു മിസ്റ്റർ അംബർ, ആസ് പെർ ദ ജനറൽ ക്ലോസ് ആക്ട്, ഡസ് ദ സെയിൽ ഓഫ് ടിമ്പർ എമൗണ്ട് ടു സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി? എടാ, തടിയായിട്ട് വിൽക്കുമ്പോൾ അതിന് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? യെസ്, ടിമ്പർ ഇസ് എ പാർട്ട് ഓഫ് ദ ലാൻഡ്. തെറ്റ്. നോ, ടിമ്പർ ഇസ് കൺസിഡർഡ് as മൂവബിൾ പ്രോപ്പർട്ടി. കറക്റ്റ്. ട്രീസ് were earlier rooted in the land. തെറ്റ്. നോ, ബിക്കോസ് മൂവബിൾ പ്രോപ്പർട്ടി only includes മോഡോക്ക. തെറ്റ്. എടാ, അത് ട്രീയോട് കൂടി വിൽക്കുമായിരുന്നെങ്കിൽ അത് ഇമ്മൂവബിൾ ആയതിന്. ട്രീ വെട്ടി അതൊരു തടി പോലെയാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി കൺസിഡർഡ് ആസ് എ മൂവബിൾ പ്രോപ്പർട്ടി. ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കരുത് അല്ലേ. ഒന്നാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനത്തെ MCQ ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണയാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത ആരാന്നും പറഞ്ഞുകൊണ്ട് MCQ കുറച്ച് ടഫ് ആക്കിയത്. അല്ലെങ്കിൽ പൊതുവെ MCQ ടഫ് അല്ല, ഈ ഇത്രയൊക്കെ ഉള്ളൂ MCQന്റെ ലെവൽ നമ്മുടെ. ദാറ്റ് ഇസ് എ ഫണ്ണിയസ്റ്റ് പാർട്ട്. എന്നിട്ട് പിള്ളേർ ഈ ജനറൽ ക്ലോസ് നോക്കാതെ പോകും. അപ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. ഈസി അല്ലേ MCQ? എനിക്ക് FEMA നിങ്ങളൊന്ന് കാര്യമായിട്ട് നോക്കണം. And I marked one question as important. You know which one? This one. ആ കോമൺ പാർട്ട്നേഴ്സ് സംഭവം. ജസ്റ്റ് അവർ ഹെൽപ്പ് ചെയ്യുന്നല്ലേ ഉള്ളൂ, ദേ ആർ നോട്ട് പാർട്ട്നേഴ്സ്. നോ. സോ അതൊന്നും നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അതും കൂടെ നോക്കിക്കോളൂ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? MTP സീരീസ് ക്ലിയർ? കറക്റ്റ്. ഡിസ്ക്രിപ്റ്റീവ് MCQ ഒക്കെ അതൊന്നും ഞാൻ സഹിക്കൂല. എനിക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തു. യു ക്യാൻ ഗോ ത്രൂ ദ സീരീസ് അഗെയിൻ, ബട്ട് ഡോണ്ട് ഫർഗെറ്റ് അറ്റ്ലീസ്റ്റ് 1 MTP മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ 3 മണിക്കൂർ എക്സാം പോലെ എഴുതണം. അത് അയ്യോ ഈ ക്വസ്റ്റ്യൻ എളുപ്പമല്ലേ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ, നമുക്ക് ചിലപ്പോൾ ചില സാധനം തലയ്ക്കകത്തുണ്ടാവും. അത് പേപ്പറിനകത്തോട്ട് നമുക്ക് എഴുതി പിടിപ്പിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളത് എഴുതി നോക്കിയാൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ അത് സെറ്റ് ആയിട്ടിരിക്കുള്ളൂ. നിങ്ങൾക്ക് ഈ MTP എഴുതണ്ടേ? വേണ്ട. ഇപ്പോൾ ട്രിപ്പിൾ ഐ തന്നെ കണ്ടക്ട് ചെയ്യുന്നൊരു മോക്ക് എക്സാം ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും 3 hours വെച്ച് ചെയ്യണം. 1, നിങ്ങൾക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 2, ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്യണം? 3rd one, ടൈം മാനേജ്മെൻറ്റ്. ഇത് 3 നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ. Either of the mock test paper, either whatever is conducted by AAA, or please do this MTP series. Anything 3 hours mandatory. അത് മാത്രം I'm requesting all students to do for corporate and other law. Definitely we'll be having one more MTP series of corporate law. Tomorrow it will be MTP for strategic management. Okay? So continue your studies. എന്തെങ്കിലും doubt again if you have, even if the session is over, please write it in the comment box. കഴിഞ്ഞ ദിവസം പറഞ്ഞു some kind of a glitch, I was not able to answer. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നെക്സ്റ്റ് സെഷനിൽ അത് അഡ്രസ് ചെയ്യുന്നതായിരിക്കും. അത് അടുത്ത SM ആയിരിക്കും അല്ലെങ്കിൽ MTPയിൽ, MTP of corporate law ആയിരിക്കും. Either of it I'll definitely be addressing. Okay, so study well. Thank you.